എല്ലാവരും മൈൻഡിൽ എന്താ വെച്ചാൽ തായ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഒരു അല്ലെങ്കിൽ ഒരു ലേഡി ബോയ് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ തായ്ലാൻഡ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ടു വിസിറ്റ്. ലൈക്ക് ജൂഹു ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ട്. അതിൽ രാത്രി പോയപ്പോൾ അതിലോട്ട് പോയപ്പോൾ കുറേ എലികൾ എൻ്റെ മേലോട്ട് ഓടി. അപ്പോൾ ഞാൻ അത് രക്ഷപ്പെട്ട് ഞാൻ ഓടി. അങ്ങനെ ഞാൻ മുംബൈ സെൻട്രലിലെത്തി. എൻ്റെ പേരുണ്ടല്ലോ, എൻ്റെ പേര് ഫഹീം എന്നാണല്ലോ. പക്ഷേ നോർത്തിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ പേര് വിഷ്ണുവോ അമരോ അങ്ങനെ പറയാം. ഒരു രാജ്യവും എനിക്ക് തോന്നുന്നില്ല റിലീജിയൻ നോക്കിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ യൂറോപ്പിലൊന്നും ആരും എടുക്കൂലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ആരും എടുക്കൂലല്ലോ. മുസ്ലിംസ് എത്ര ഉണ്ട് അവിടെ പോകുന്നത്? ഏതെങ്കിലും ഒരു രാജ്യം പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആദ്യം ഒരു രാജ്യം പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നേപ്പാൾ ഭയങ്കര ബഡ്ജറ്റായിട്ട് പോയിട്ട് വരാം. വിസന്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് നേരെ ഒരു ട്രെയിൻ എടുക്കുക, ഗോരഖ്പൂർ എത്താം, അവിടുന്ന് ഒരു ബസ് എടുത്ത് 500 രൂപയ്ക്ക് നേരെ കാഠ്മണ്ഡു എത്തി. ഞാൻ ഹംഗറി പോയപ്പോൾ ഹംഗറിയിലുള്ള ആൾക്കാർ പറഞ്ഞു സെർബിയ പോകണ്ട, സെർബിയയിലുള്ള ആൾക്കാരെല്ലാം സീനാണ്, അവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര വെടുക്കാണ് എന്ന്. പല ആളുകളും സെക്ഷൽ നീഡ്സ് പിന്നെ മറൈൻ ക്രീച്ചേഴ്സിലൂടെ നേടുന്നുണ്ട്. ഡെഡ് ഫിഷസിനും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാണോ എത്രത്തോളം എനിക്ക് അറിഞ്ഞിടും. പക്ഷെ അതിലൊക്കെ റെഡിറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അങ്ങനത്തെ റിപ്പോർട്ട്സ് കിട്ടും. അപ്പം അതുകൊണ്ട് എനിക്കിവിടെ ഏത് കൗച്ച് സർഫിങ്ങിൻ്റെ അടുത്ത് ഏത് ഗേ ആണെങ്കിൽ പോലും എനിക്ക് എന്താ പറയുക, ഐ ഫീൽ സേഫ് ബിക്കോസ് അവർ കൺസെൻറ്റിനെ ഇതാക്കുന്നതുകൊണ്ട് തന്നെ. എന്താ മോനെ, ബാലിയിലെ ATV റൈഡ് ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ലിസണേഴ്സ്, എർച്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. പിന്നെ നമ്മൾ എല്ലാവരും പല കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നതാണ്. പല ഭക്ഷണങ്ങൾ തേടി, അതുപോലെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്, പ്രകൃതിൻ്റെ ഭംഗികൾ കാണാൻ വേണ്ടിയിട്ട്, ജോലിൻ്റെ ആവശ്യങ്ങൾക്ക്, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള യാത്രകൾ ചെയ്യുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ യാത്രകളെ കുറിച്ചാണ്. നമ്മളെപ്പോൾ നമ്മൾ കൂട്ടുകാരൻ ഫൈമുണ്ട്. ഫൈമ് ഓൾമോസ്റ്റ് 50 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ. ഫൈമ, നമ്മളെ ഷോയിലേക്ക് വെൽക്കം. താങ്ക് യു. അപ്പോൾ നമ്മൾ പിന്നെ ഏതായാലും ഫൈമിൻ്റെ യാത്രകളെക്കുറിച്ചും ഫൈമ് ഏറ്റവും കൂടുതൽ പിന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിച്ച് വരാം. ഫൈം ഏതായാലും ഫൈമിനെ കുറിച്ച് കൂടുതലും നമ്മളെ ലിസണേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. ഹലോ, അപ്പം എൻ്റെ പേര് ഫഹീം. ഞാൻ മുമ്പ് നാട്ടിൽ ഏകദേശം 5 കൊല്ലം യാത്ര ഹിച്ച് ഹൈക്കിങ് ചെയ്തിട്ടും പിന്നെ അതേപോലെ തന്നെ ഞാൻ 15 വയസ്സിലാണ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 15 വയസ്സിൽ ഫിനാൻഷ്യൽ ഭയങ്കര മോശമായിരുന്നു ഓഫ് കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിക്കും ട്രെയിനിലും ഇതിലൊക്കെ പോയിട്ട് മറ്റേ ലോറിക്ക് കൈ കാണിച്ചിട്ടും പാർലേജി ബിസ്ക്കറ്റ് എന്നെ പണ്ട് എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ കളിയാക്കാറുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ പാർലേജി ഫൈം എന്ന് വിളിക്കുക. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പാർലേജി തിന്നിട്ടായിരുന്നു അന്ന് യാത്ര ചെയ്യുണ്ടായത്. കാരണം അത്ര പൈസ ഇല്ല ഫുഡ് വാങ്ങി കഴിക്കാനോ അങ്ങനെ ഇതിനൊന്നും പൈസ ഉണ്ടായിട്ടില്ല. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, പല വില്ലേജുകളിലും അങ്ങനെ ഹിച്ച് ഹൈക്ക് ചെയ്ത് പല എത്തുന്ന സ്ഥലങ്ങളിലും അവിടെ പോയിട്ട് അവരുടെ അടുത്ത് പറയും ഭക്ഷണം കഴിക്കാനൊരു ഇതില്ല, കടന്നുറങ്ങാനൊരു സ്ഥലമില്ല എന്ന് പറയും. അന്ന് എന്ന് വെച്ചാൽ എന്നെ കാണുമ്പോൾ തന്നെ ഒരു ഹിപ്പിയാണ് എന്നുള്ളത് മനസ്സിലാവും. ആ രീതിക്കാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാറ്. വലിയ ബാഗൊക്കെ ഉണ്ടാവും എൻ്റെ കയ്യിൽ, ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഒരു യാത്രികനാണ്. ഞാൻ പറയും കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഓ ഇത്രനാ ദൂർ സേ ആയാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. കാരണം അത് ചെറിയൊരു ചെക്കനാണ്, ഒരു 15 വയസ്സുള്ള ചെക്കൻ എന്ന് പറയുമ്പോൾ അത്രയും ചെറുതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ കാണുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഞെട്ടി, ഓ എന്നാൽ എൻ്റെ വീട്ടിൽ വന്ന് കടന്നോളൂ. ഇപ്പം ഞാനിപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയപ്പം ഞാൻ അവിടെ 6 മാസമൊക്കെയാണ് അവിടെ നിന്നത് അവരൊപ്പം. അപ്പോൾ അവരുടെ ആ ഒരു വില്ലേജിൽ ഒരാളായി, അവരുടെ ലൈക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരാളായി അവിടെ ഞാൻ നിൽക്കുന്നുണ്ടായി, അവിടുത്തെ ഒരു മൂപ്പൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു യാത്രകൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു ചെറുപ്പത്തിൽ. 15 വയസ്സ് വരെ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതിനുശേഷം യാത്രകൾ എന്നെ ഒരുപാട് തലങ്ങളിൽ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കഴിഞ്ഞു നോക്കട്ടെ. ഇപ്പോൾ ഫൈം പറഞ്ഞ പോലെ ഞാനും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാവരും നമ്മളെ ഫ്രണ്ട്സൊക്കെ നമ്മളെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എല്ലാ ഹ്യൂമൻ ബീങ് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ ഈ ഫൈമിൻ്റെ പ്രായത്തിൽ ഇപ്പോൾ 15 വയസ്സ് അല്ലെങ്കിൽ 16-17 വയസ്സെന്ന് പറയുമ്പോൾ ഏകദേശം 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ് +1 +2 ആണ്. പക്ഷേ ആ സമയത്ത് എനിക്കിതുപോലെ ട്രാവൽ ചെയ്യാൻ തോന്നാത്തതുകൊണ്ടല്ല, പക്ഷേ പല സാഹചര്യങ്ങളും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ആ സമയത്ത് ഇപ്പോൾ 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയി നോക്കി കാണുന്ന സംഭവമാണ്. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഇച്ചേക്കിന് ഇറങ്ങാനെന്ന് പറഞ്ഞാൽ ആട്ടി പായിക്കും, റേഷൻ കാർഡിന് ഒഴിവാക്കും അങ്ങനെ ഇച്ചേ. അപ്പോൾ
എനിക്കില്ലാത്ത എന്തൊരു അറ്റ്മോസ്ഫിയർ അതിന് ഫൈമിന് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സമയത്ത് ഇങ്ങനെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ശരിക്കും ഈ യാത്രകൾ എങ്ങനെയാണ് തുടങ്ങിയതുള്ള കഥ ആദ്യം പറഞ്ഞുതരാം. ഞാൻ 10ൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും കൂടി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് എനിക്ക് അത്ര ചങ്ങായിമാരൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ക്ലാസ്സിലെ മെയിനായിട്ടുള്ള 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മൾ നാളെ കൊച്ചി പോകുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം കൊച്ചി പോകുന്നുണ്ട്, ഈ വരുന്നോന്ന് ചോദിച്ചു. നീ 500 റുപ്യ എടുത്താൽ മതി, ബാക്കി നമ്മൾ നോക്കിക്കോളാം പറഞ്ഞു. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 8 മണിക്ക് പോയാൽ മതി പറഞ്ഞു. അപ്പം ഞാൻ ഉമ്മാൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ചങ്ങായിരെല്ലാം പോകുന്നുണ്ട്. അപ്പം ഉമ്മാക്ക് അറിയാം എനിക്ക് കുറേ ചങ്ങായിമാരൊന്നും ഇല്ലാന്ന്. അപ്പോൾ എന്തേലും എവിടെയെങ്കിലും ഒന്ന് ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഞാൻ ഒന്ന് ചെയ്തോട്ടെ. ആരടുത്തും സംസാരിക്കാത്ത, ആരടുത്തും കമ്പനി ആവാത്ത ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഉമ്മ വിചാരിച്ചിട്ടുണ്ടാവും എന്തേലും ഒന്നൊരു പുതിയതായിട്ട് ചെയ്തോട്ടെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉപ്പയും അനുവാദം തന്ന് അങ്ങനെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി 70 റുപ്യക്ക് ടിക്കറ്റ് എടുത്ത്, ജനറൽ ടിക്കറ്റ് എടുത്ത്. കാരണം 500 റുപ്യ തന്നിട്ടുള്ളൂ, അതിലത്തെ 70 റുപ്യ ടിക്കറ്റിന് പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവരെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ പൊട്ട, ഞാൻ എന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനാണെങ്കിൽ 70 റുപ്യക്ക് ടിക്കറ്റ് കൊടുത്തു, ഉമ്മാരുടെ അടുത്താണെങ്കിൽ വൈകുന്നേരം മുതൽ രാത്രി വരെ കാലിന് കാല് പിടിച്ചിട്ട് ഇവർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്താക്കാണ്, ഞാൻ സങ്കടവും ദേഷ്യവും എല്ലാം എനിക്ക് ഒറ്റ ഒരു ഇതിൽ വന്ന് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ ട്രെയിൻ വന്നപ്പോൾ ഞാൻ കയറി. ആദ്യമായിട്ടാണ് അത്ര ദൂരം പോണേ. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഇവിടെ പോയിട്ടില്ല. ഞാനൊരു സൈക്കിളിലായിരുന്നു സ്കൂളിൽ നിന്ന് പോവുക, തിരിച്ച് വീട്ടിൽ വരിക, എവിടെ പോവില്ല, ആരെപ്പേരും എവിടെയും പോവില്ല, ഉമ്മാരെപ്പേരും എവിടെയും പോവില്ല. പക്ക ഒരു ഇൻട്രോവേർട്ട്. അപ്പോൾ ഞാൻ ആ ട്രെയിനിൽ കയറിയതും ഒരുപാട് ആൾക്കാരെ കണ്ട്, എല്ലാവരും എന്നെ ഭയങ്കര എവിടെയാണ് പോകുന്നത്, നാട്ടിൽ എവിടെയാണ്, എന്താ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ആൾക്കാരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഞാൻ ഹാപ്പി ആവുക. ഞാൻ അത്രയും കാലം എനിക്കത്ര വലിയ എന്താ പറയുക ഹാപ്പി ആയിട്ടുള്ള പല ആൾക്കാർ വരാറുണ്ട്. ചൈൽഡ്ഹുഡൊക്കെ ഭയങ്കര എന്താ പറയുക എപ്പോൾ ഓർക്കപ്പെടുന്നൊരു സംഭവമാണ്. പക്ഷേ എനിക്ക് ചൈൽഡ്ഹുഡിൽ ഓർക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി ആവുക, ഭയങ്കര ഹാപ്പി ഞാൻ. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഞാൻ ഇങ്ങനെ കൊടുത്തു, ഈ സംഭവം കൊള്ളാലോ. പിന്നെ ഞാൻ കൊച്ചി പോയപ്പം ഞാൻ ബഡ്ജറ്റ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ബസ്സും ഓട്ടോ ഒന്നും ഞാൻ പിടിക്കാതെ ഞാൻ ഒരു ലിഫ്റ്റ് ചോദിച്ചു. അപ്പോൾ ആ ചങ്ങായി, ആ ബൈക്കുകാരന് ഈ എന്താ പറയുക കമ്പനിയിൽ നിന്ന് ഒഴിവായി പോവാണ്, എന്നുവെച്ചാൽ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോവാ. എപ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ കൂത്തുപറമ്പാണെന്ന് പറഞ്ഞ്, അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഇരട്ടിയില്ല. അപ്പോൾ നമ്മൾ നെയ്ബേഴ്സാണ്, എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ കൊച്ചിയിൽ ആ ഒരു സിറ്റുവേഷനിൽ അവൻ എന്നെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര കാര്യം. അപ്പോൾ അവൻ എന്നെ നേരെ ഫോർട്ട് കൊച്ചി കൊണ്ടുപോയി കാണിച്ച്, മാളിൽ കൊണ്ടുപോയി ഒരു ക്യാപ്സിയൊക്കെ വാങ്ങി തന്ന്. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് കിട്ടിയ ഫുൾ ബോണസ് ഫസ്റ്റ് ട്രിപ്പിൽ. ആ സോളോ. അപ്പം ഞാൻ മനസ്സിലാക്കി, ഓക്കെ, സോളോ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ദാറ്റ് ഐ നീഡ് ടു ഡു മൈ സെൽഫ്. സോ അപ്പം തുടങ്ങിയ യാത്രയാണ്. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ ഉമ്മാരുടെ അടുത്ത് പോയി പറയും, ഉമ്മ ചങ്ങായിമാർ പോകുന്നുണ്ട്, അപ്പോൾ ഞാനും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഒറ്റയ്ക്ക് കൊടൈക്കനാൽ. അത് കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് കൊടൈക്കനാലായിരുന്നു. സോളോ ചങ്ങായിമാരൊപ്പം പോകണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. മുംബൈ പോയപ്പോൾ പിടിച്ചു ഉമ്മ. മുംബൈ പോയപ്പോൾ ഉമ്മ പറഞ്ഞാൽ ചങ്ങായിമാർക്ക് ഒന്ന് ഫോൺ കൊടുക്കുക വെച്ച്. ചങ്ങായിമാരില്ല. ഒരു സംശയം തോന്നിയപ്പോൾ അവർക്ക് തോന്നി. അവർ പറഞ്ഞു ഞാനെപ്പോൾ കൊടൈക്കനാലിൽ പോയപ്പോൾ ഞാൻ ഓറ് കുളിക്കാണ്, ഓറ് അവിടെ പോയതാ, ഞാൻ ഒറ്റയ്ക്കാ, അങ്ങനെ പല കാര്യങ്ങളും പറയാ. അപ്പം ഞാൻ മുംബൈയിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫുൾ ഒച്ചയാണല്ലോ, ഈ ഹോണടി ശബ്ദമാണല്ലോ. അപ്പോൾ ഞാൻ മുംബൈ എന്ന് പറഞ്ഞിട്ടല്ല പോയത്, ഞാൻ വേറെ സ്ഥലമായിരുന്നു, കൂർഗായിരുന്നു. അപ്പോൾ കൂർഗിൽ എങ്ങനെ ഹോണടി ശബ്ദം ഉണ്ടാവുക ചോദിച്ചാൽ അടുത്ത് ഇത്രയും ഹോണടി ശബ്ദം. അങ്ങനെ പിടിച്ച് അന്ന് ആ മുംബൈയിൽ എനിക്ക് നടന്നൊരു എക്സ്പീരിയൻസ് ഭയങ്കര ടെറിബിളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നുവെച്ചാൽ രാത്രിയായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ മുംബൈ സെൻറ്ററിൻ്റെ ഞാൻ ഫുൾ മുംബൈ നടന്നങ്ങിട്ട് കാണാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ ഫുൾ ഒരു വൈകുന്നേരം എത്തിയത്. അപ്പോൾ എത്തിയ മുതൽ ഞാൻ നടന്ന് കാണാൻ തുടങ്ങി. ജൂഹു ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്, അതിൽ രാത്രി പോയപ്പോൾ അതിലോട്ട് പോയപ്പോൾ കുറേ എലികൾ എൻ്റെ മേലോട്ട് ഓടി. അപ്പോൾ ഞാൻ അത് രക്ഷപ്പെട്ട് ഞാൻ ഓടി. അങ്ങനെ ഞാൻ മുംബൈ സെൻറ്ററിലെത്തിയപ്പോൾ 2 ആൾക്കാർ എന്നെ ദൂരത്തുനിന്ന് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരാം. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്, ആ ഏരിയയിൽ ആരുമില്ല. അതിൻ്റെ അടുത്താണെന്ന് എനിക്ക് തോന്നുന്നത് കാമാത്തിപ്പൂരൊക്കെ, റെഡ് സ്ട്രീറ്റൊക്കെ. അപ്പോൾ ഇവർ എന്നെ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇതാക്കി വരാം. അപ്പോൾ ഞാൻ വിചാരിച്ച് നോർമലായിട്ട് വരുന്നതായിരിക്കും എന്ന്. പിന്നെ ഇവർ പെട്ടെന്ന് എന്നെ എന്തോ കാണിച്ച് പറയാനും എൻ്റെ അടുത്തേക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് വരാൻ തുടങ്ങി.
അപ്പം ഞാൻ പേടിച്ച് ഞാൻ നേരെ തിരിച്ച് നടക്കാൻ തുടങ്ങി. അപ്പം പിന്നെ അവർ ഫാസ്റ്റായി വരാൻ തുടങ്ങി. ഞാൻ ഓടി. ഞാൻ എല്ലാം എൻ്റെ ഫുൾ എനർജി എടുത്ത് ഞാൻ ഓടി. ഓടി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഒരു മനുഷ്യനോ ഒരാളോ ഒന്നുമില്ല. കാരണം രാത്രി ഏകദേശം ഒരു 3 ആ ഒരു ടൈമായിന്. മിഡ് നൈറ്റാണ്. ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അപ്പോൾ ഓടി ലാസ്റ്റ് ഇവരെന്നെ നിർത്തുന്നില്ല. ഇവരെന്നെ 1.5-2 കിലോമീറ്റർ എന്നെ ഓടിച്ച് ഞാൻ ലാസ്റ്റ് ഒരു ഹോട്ടൽ കണ്ട്. ഈ എന്താ പറയുക, ഒരു 5 സ്റ്റാർ ഇപ്പോൾ ഇവിടെ ഷെറാട്ടണൊക്കെ ഉള്ള പോലെ ഒരു ഹോട്ടൽ, ഒരു വലിയ ഹോട്ടൽ, പോലെ മെറിയറ്റൊക്കെ പോലെ 24 hours ഓപ്പൺ ആയിട്ടുള്ളത്. ഞാൻ അവിടെ ഓടി ചെന്നിട്ട് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞ് എല്ലാം മലയാളത്തിലാണ് പറയുന്നത്, കാരണം എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഓ സാവധാൻ പേടിക്കണ്ട, നമ്മളുണ്ട്, ഇതാക്ക് വെള്ളം കുടിക്ക്. കാരണം ഞാൻ മറ്റെന്താ പറയുക, എന്നെ ആരെല്ലാം ഞാനിങ്ങനെ കരയുക അവിടെ നിന്നിട്ട്. അപ്പം എൻ്റെ അടുത്ത് അവിടെയുള്ള ആൾക്കാരെല്ലാം ഫുൾ ചുറ്റും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞ് പേടിക്കണ്ട. എന്നിട്ട് അവരങ്ങനെ നോക്കി ആരെന്നെ ചേസ് ചെയ്യണ്ടായി എന്നുള്ളത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അവർ ഇതാണ് ഇങ്ങനെയുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഒരാൾക്കാരാണ്. അപ്പം ഇംഗ്ലീഷിൽ ഓനിങ്ങനെ എന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പം എവിടെ ഇറങ്ങി നടക്കരുത്, ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഈ സോഫയിൽ കടന്നുറങ്ങിക്കോ, രാവിലെ എണീച്ചിട്ട് മോന്തിയായി എണീച്ച് പോയിക്കോ പറഞ്ഞു. അങ്ങനെ അപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ലൈക്ക് എനിക്കും എന്നെ ഇതാക്കുന്നതിന് പകരം എനിക്ക് കൂടുതൽ എനർജിയാണ് തന്നെ, കൂടുതൽ ട്രാവൽ ചെയ്യാനും കൂടുതൽ സംഭവങ്ങൾ ലൈക്ക് എന്താ പറയുക, ലൈഫിൽ കുറേ സാധനം ഞാൻ മനസ്സിലാക്കും എന്നുള്ളൊരു ഇതെത്തി. ഭയങ്കര മുംബൈയിലപ്പോ എത്ര ദിവസം ഉണ്ടായിരുന്നു? ലൈക്ക് അപ്പോ 5 ദിവസം കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയ കുഞ്ഞു ബാഗ് എടുത്തിട്ട് ഞാൻ പോയത്. ഇവിടെ റയനറൊക്കെ നമ്മൾ കയറാൻ പോവല്ലോ, അതേമാതിരി. അപ്പോൾ അന്ന് ഞാൻ നേരെ അതൊക്കെ കഴിഞ്ഞ് നേരെ ട്രെയിൻ കയറി വീട്ടിൽ പോയി. ഉമ്മ നല്ലൊരു സ്വീകരണം തന്ന്. പക്ഷെ ഞാൻ ഉമ്മയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് കാണണം, നമുക്ക് കുറേ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിബ്ലിങ്സ് ആയിട്ട് ആരാളുള്ളത്? ലൈക്ക് ഇതുപോലെ എനിക്ക് അനിയത്തി ഉണ്ട്. അനിയത്തിയാണുള്ളത്. ഓക്കെ. അനിയത്തിക്ക് പക്ഷേ നമ്മൾ മാക്സിമം അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന അത്ര ഇത് നമ്മൾ ഇപ്പം, കാരണം ഞാൻ എൻ്റെ ഒരു ഇതാലോചിക്കുക, അന്ന് എന്നെ ഉമ്മ അന്ന് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തൂലായിരുന്നു. അപ്പം ഞാനിപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ കേസിലും ഞാൻ അവളുടെ അടുത്ത് എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഈ പോയിക്കോ, ഈ ഒന്നും നോക്കണ്ട, ആര് പറയുന്നു കേൾക്കണ്ട എന്നുള്ള മൂഡിൽ ഇതാക്കും. അപ്പോൾ അവളും അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവൾ പറയാറുണ്ട്, എൻ്റെ ചങ്ങായിമാർ എല്ലാവരും ഇങ്ങനെ പറയൂ, ഇന്നെപ്പോലെ ആയാൽ മതി, എൻ്റെ ഏട്ടനെ പോലെ ആയാൽ വരും എന്നുള്ളത്. അപ്പം അനിയത്തിയും എൻ്റെ ഞാൻ ഫാമിലീനെ ടോട്ടലി മാറ്റി മറിച്ചു. അതാണ് എൻ്റെ ഫാമിലിക്ക് ഉണ്ടായ ഒരു ബെസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും യാത്രകൾ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ യാത്രകൾ ചെയ്ത കഥകളൊക്കെ ഞാൻ വീട്ടിൽ പോയി പറയും ഉമ്മാരുടെ അടുത്ത്. അപ്പം അങ്ങനെ അത് കേട്ട് അവരും ഇപ്പം കുറച്ചും കൂടി പ്രോഗ്രസീവായി. അപ്പം അതാണ് എൻ്റെ ഫാമിലിയിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നോർത്ത് ഈസ്റ്റ് കഥ പൂർത്തിയാക്കി. നോർത്ത് ഈസ്റ്റ് പോയി ഞാൻ ശരിക്കും അവിടെ എത്തിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ കേട്ടിട്ടില്ല. അപ്പോൾ ഹോൺബിൽ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വില്ലേജിലേക്ക് പോകുന്നത്. ഈ കൊഹിമൻ്റെ അടുത്തുള്ള ഒരു വില്ലേജാണ് ഇത്. ഒരു ചെറിയ കുഞ്ഞു ഗ്രാമം, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ അത് ഇവരൊക്കെ ഭയങ്കര വെൽക്കമിങ് ആണ്. നമ്മൾ ഒരു പുറത്തെ ഒരാൾ കാണുമ്പോൾ ഭക്ഷണം തരാനും ഇംഗ്ലീഷ് സംസാരിക്കും. അവർ ഹിന്ദി അല്ല സംസാരിക്കുക, അവർ ഇംഗ്ലീഷാണ് സംസാരിക്കുക. അപ്പം ഞാൻ അവിടെ പോയ ഉടനെ ആൾക്കാർ എൻ്റെ അടുത്ത് ഈസിലി വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വേർ ആർ യു ഫ്രം ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കിളി മാറിപ്പോയി. അത്രയും ചെറിയ ഗ്രാമവും ആൾക്കാരെല്ലാം ഇട്ട് നടക്കുന്ന ഡ്രസ്സ് കണ്ടാൽ തന്നെ കിളി മാറിപ്പോവും. ഫുൾ മറ്റേ എന്താ പറയാ, ഈ കൊറിയക്കാരും ജാപ്പനീസുകാരൊക്കെ ഇട്ട് നടക്കുക. പക്ഷെ എനിക്ക് അവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, ടൂറിസ്റ്റിക് സെന്റേഴ്സ് ആയതുകൊണ്ട് അവരങ്ങനെ ആ ഒരു ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചില്ല. അതുകൊണ്ടാണ് അത് ഫുള്ളി ആ വില്ലേജ് ഭയങ്കര എന്താ പറയാ, ഒരു ഉള്ളോട്ടുള്ള ഒരു ഗ്രാമമാണ്, റിമോട്ട് ഏരിയയിൽ. ഈ സുക്കു വാലി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് അവിടെ. ആ സുക്കു വാലിയിൽ പോകുന്നതിൻ്റെ അടുത്തുള്ള ഒരു വില്ലേജാണ്. പക്ഷെ അധികം ആൾക്കാർ ആ വില്ലേജിൽ പോകാറില്ല, നേരെ കയറി അങ്ങനെ പോവുക ചെയ്യുക. അപ്പം ഞാനവിടെ ഒരു വോളിബോൾ കളിക്കായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിവിടെ കടന്നോട്ടെ എന്ന് ചോദിച്ച് ഒരു സീറ്റുണ്ട്, ആ സീറ്റിൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ചോദിക്കുന്നവരുടെ അടുത്ത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ സുക്കു വാലി കയറി ഇറങ്ങി വരാണ്, എനിക്ക് പ്രത്യേകിച്ച് കടക്കാൻ സ്ഥലമൊന്നും ഇല്ല, എന്തെങ്കിലും ഒരു ഹോട്ടൽ എടുക്കാം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ദർ ഈസ് എ ഹോട്ടൽ നിയർ ബൈ, യു ക്യാൻ ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അങ്ങനെ എന്താ പറയുക, അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി എടുത്തോ, അല്ലാണ്ട് ഇവിടെ ഒന്ന് കിടക്കണ്ട, ഇവിടെ സേഫ് അല്ല എന്നുള്ള മൂഡിൽ. അപ്പം ഞാൻ അവരെ കൺവിൻസ് ചെയ്ത്, ഇതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്, ഇങ്ങനെ ഞാൻ പൈസ ഇല്ലാതെ ട്രാവൽ ചെയ്യാണ്, അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ
മൂപ്പനെ വിളിക്കട്ടെ പറഞ്ഞു. അങ്ങനെ മൂപ്പൻ വന്നപ്പോൾ മൂപ്പൻ വന്ന അടിപൊളി. മൂപ്പൻ അടുത്ത് പറഞ്ഞു, വാ മോനെ എൻ്റെ വീട്ടിൽ കടന്നുപോയി. മൂപ്പനൊരു ഒരു മോളുണ്ട്, എന്നിട്ട് പോലും മൂപ്പര് എന്നെ ഒരു എന്താ പറയാ സ്ട്രേഞ്ചറിനെ അവർക്ക് വെൽക്കം ചെയ്യാൻ അത്ര പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം മൂപ്പരെ മോള് മാത്രം നിൽക്കുന്ന ഒരു വീട്ടിലാണ് എന്നെ ഒരു വെൽക്കം ചെയ്ത് കയറ്റിക്കൊണ്ട്. ടൂറിസ്റ്റുകളുണ്ട് അവിടെ ഒരുപാട്. ഏയ് അവിടെ ഭയങ്കര ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ. നോർത്ത് ഈസ്റ്റ് കുറച്ചും കൂടിയും ഡിഫറെന്റ് ആണ്. നമ്മൾ നോർത്ത് പോയ ടൈമിലൊന്നും അവിടുത്തെ ആൾക്കാർ അധികം ഇംഗ്ലീഷ് സംസാരിക്കണം, ലോക്കൽസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ കുറവാണ്. ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് എക്സ്പീരിയൻസ് കുറച്ചുകൂടിയും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതെ, നോർത്ത് ഈസ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്ത് എന്താ വെച്ചാല് അധികം ആൾക്കാരും ഞാൻ ഇപ്പോൾ അവിടെ ഹിച്ചൈക്ക് ചെയ്യുമ്പോഴും ഇതാക്കുമ്പോൾ എന്ന് വെച്ചാൽ നാഗാലാൻഡിൽ പല സൈഡുകളുണ്ട്. ഇപ്പൊ ദിമാപൂർ എന്നൊക്കെ പറയുന്ന സൈഡുകൾ ടെക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു സിറ്റി സൈഡ് ആണെങ്കിൽ പോലും അവിടുത്തെ ആൾക്കാർ അത്ര വലിയ ഇംഗ്ലീഷ് സംസാരിക്കൂല. പക്ഷെ ഞാൻ ഈ ഉള്ളോട്ട് ഏരിയകളിൽ പോയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ആ മൂപ്പനൊരു മോളുണ്ട് എന്ന്, അവളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മോഡേൺ എന്ന് വെച്ചാൽ അവിടുത്തെ വീടുകളെന്നെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഈ ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ള ഷീറ്റൊക്കെ ഇതാക്കിയിട്ടുള്ള ഒരു വീടാണ്. അപ്പൊ അവിടുന്ന് ഇറങ്ങി വരും. ഇപ്പൊ മൂപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അങ്ങനത്തെ വസ്ത്രധാരണ അല്ല, നോർമൽ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചങ്ങായി, അത്യാവശ്യം ഏജ്ഡ് ആണ്. അവർ കഴിക്കുന്ന വിഷ്വലൈസ് ചെയ്യുമ്പോഴേ നമ്മൾ മൂപ്പൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വിഷ്വലൈസ്. അതെ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയത്. എന്നുവെച്ചാല് അവർ പട്ടീനെ കഴിക്കും, പിന്നെ ഈ ഈച്ച, തേനീച്ച. പിന്നെ ട്രൈ ചെയ്തോ? ഏയ് നോവേ, ക്യാമറ ഓഫ് ആക്കിയിട്ട് പറയാല്ലേ? ഇല്ലില്ല, ഞാന് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ തേനീച്ചനെ ട്രൈ ചെയ്തു. തേനീച്ചനെ തിന്നോ? തേനീച്ച എൻ്റെ മോനെ സീന് സാധനമാണ്. തേനീച്ചൻ്റെ ഒരു ടേസ്റ്റ് എന്താ പറയുക, ഒരു അവരൊന്ന് കുക്ക് ചെയ്തിട്ടാണോ അതോ അവർ ഉണ്ടാക്കി തന്നു തേനീച്ച ചട്നി അരച്ചിട്ട്? ഞാൻ അങ്ങനത്തെ സാധനം ഉണ്ട്. അപ്പൊ ഞാൻ അതിന് ഇട്ട പേര് അതാണ്, തേനീച്ച ചട്നി എന്നാണ് പേരിട്ടെ. അപ്പൊ അത് കുക്ക് ചെയ്യണ്ടോ അതോ അവര് ജസ്റ്റ് പച്ചക്ക് ഇങ്ങനെ സ്പൈസ് കാര്യങ്ങളൊക്കെ ഒരു ഇലേന്റെ പേര് പച്ചക്ക് ഇങ്ങനെ ഇതാക്കും. ടേസ്റ്റിംഗ് ഉണ്ടേനെ? നല്ലൊരു സോർ ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അത് മാത്രം പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണോ? അതെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ നന്നായി. തിന്നി കഴിഞ്ഞിട്ടല്ലോ. അല്ല, അവിടെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഞാൻ അവരൊപ്പരാണ് നിക്കുന്നത്. അപ്പൊ അവർ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഈ പഴയ ഇറച്ചി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പട്ടികളെ ഒരു ഇതിനായിട്ട് ഉണ്ടാക്കണ ബ്രീഡ് ചെയ്യണതാണോ അതോ? അതെ, ഓർ അങ്ങനെ ടൈപ്പ് ലൈക്ക് എന്താ പറയാ എന്ന് വെച്ചാൽ കൊറേ. പക്ഷെ ദിമാപൂരില് അവർ തെരുവ് നായ്കളെ തന്നെയാണ് കട്ട് ചെയ്തിട്ട്. അനക്ക് ഉറപ്പുണ്ട് ഈ പട്ടിയിറച്ചി എന്നിട്ടില്ല വരുന്നത്? അനക്ക് ഉറപ്പുണ്ട് ഈ പട്ടിയിറച്ചി? കോളേജിലെക്കുമ്പോ പട്ടിയിറച്ചിയാണ് ബിരിയാണിക്കൊക്കെ എടുക്കണെന്ന് പറയുന്നത്. കാരണം എന്താ പറയുക, ഞങ്ങള് ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് അവരൊരു ഹോട്ടൽ എവിടെ എന്താന്ന് ഞാൻ പറയണ്ട. ഹോസ്റ്റലിൽ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് രാത്രി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി സാധനം വാങ്ങില്ല. ഈ നൈറ്റൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമല്ലോ, അവിടുന്ന് നമ്മൾ ബീഫും പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ മട്ടൺ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ഒരുമിച്ച് പോയി മേടിക്കുന്ന കട. ഞങ്ങൾ മേടിച്ചിങ്ങനെ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്താണ് അവിടുന്ന് പട്ടിയിറച്ചി മേടിക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് സേഫ്റ്റി വന്നിട്ട് ശരിക്ക് റിയൽ പട്ടിയിറച്ചി അവിടെ നിന്ന് പിടിച്ചേ. ഞങ്ങളൊക്കെ എത്രയോ അപ്പോൾ ഞങ്ങൾ എത്ര കഴിച്ചിക്കണേ. അപ്പൊ അതാ പറഞ്ഞത്, അതോ നമുക്ക് ഉറപ്പില്ല പട്ടിയിറച്ചി കഴിച്ചിക്കണോ ഇല്ലേ എന്നുള്ളത്, മനസ്സിലായില്ലേ? പൈസ പിടിച്ചേട്ടാ. അപ്പൊ ആ ടൈമിൽ ഇങ്ങനെ പിടിച്ചു. ആ ഏരിയയിൽ തെരുവുനായന്റെ ശല്യം കൂടുമ്പോൾ 2 പിടിച്ചു. എന്നിട്ട് ആ കേസ് കഴിഞ്ഞ് കുറച്ചൊക്കെ അത് പോയിട്ടോ. റെസ്റ്റോറൻറ്റ് അപ്പോൾ ഓപ്പൺ ആണ്. എന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടുന്ന് കഴിക്കലൊക്കെ പിന്നെയും തുടങ്ങി. അഡിക്റ്റീവ്. 2ാമത് വീണ്ടും അവിടുന്ന് പട്ടിയിറച്ചി പിടിച്ചിട്ടുണ്ട്, പിന്നെ നിർത്തി. അതൊന്നും അറിയില്ല. അത് മസാല ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് മാനും ആടുന്നുള്ള വ്യത്യാസം അറിയണ്ടോ? ആട്ടിറച്ചിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് മാനാന്ന് മനസ്സിലാവൂല. അതൊക്കെ മനസ്സിലാവും. ആട്ടിറച്ചിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് തരുമ്പോൾ മനസ്സിലാക്കുമോ? എടാ ഞാൻ പറയാം, അത് മനസ്സിലാവും എങ്ങനെയാണ് ഒരു പ്ലേറ്റ് അറിയില്ല. ഞാൻ പറയാം, ഒരു പ്ലേറ്റിൽ എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി തരുമ്പോൾ എനിക്ക് മനസ്സിലാവും സ്മെല്ലും കാര്യം വെച്ചിട്ട്. പക്ഷേ ഒരു സിംഗിൾ പീസ് ഒക്കെ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. ഇറച്ചി കുറച്ചും കൂടി മസാല നല്ലോണം ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ചങ്ങായി എന്റെ റൂംമേറ്റ് ഇതേപോലെ എന്നെ ബീഫാന്ന് പറഞ്ഞിട്ട് ഈ പന്നി ഇറച്ചി തന്ന് പറ്റിച്ചിട്ടുണ്ടായി. അപ്പോ അതുകൊണ്ട് ഞാൻ അതിൽ അഗ്രി ചെയ്യുന്നു. പറഞ്ഞ് കഴിപ്പിക്കുന്ന പട്ടിയിറച്ചി കഴിച്ചിട്ടുണ്ടാകാം. അതാണ് ബാക്ക് ടു ദ ടോപ്പിക്. പട്ടിയിറച്ചി കൂടാതെ തേനീച്ചിറച്ചി കൊണ്ട് പറ്റിറച്ചി വേറെ എല്ലായിടത്തും ഉണ്ടാകട്ടെ. അതെന്ന് പറഞ്ഞേ
അവിടെ ഉള്ള എല്ലാ ലൈക്ക് ഇൻസെക്ട്സ് ഈ എന്താ പറയാ മറ്റേ പ്രാണികൾ പുഴു ആ ട്രൈ ചെയ്തോ ഈ കൂറ ഇവിടെ പല സാധനം അല്ല ഓയേ ഇല്ല തവള എന്ത് ട്രാവലറാണോ തവള എന്നൊക്കെ പറയണ്ടല്ലോ ഈ വിയറ്റ്നാമിലൊക്കെ കൊടുക്കുന്ന തവളനെ ഞാൻ ശ്രദ്ധിച്ചു തവള ഭയങ്കര മസിലൊക്കെ ഉള്ള നല്ല മീറ്റൊക്കെ ഉള്ള തവളയായിരുന്നു. അതിനെ അങ്ങനെ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കണായിരുന്നു. പക്ഷേ ഇവര് പോയെന്ന് പിടിക്കുന്ന ഇവിടെ ഈ പൊയന്ന് പിടിച്ചിട്ടാണ് ഇവർ ഇതാക്കുക. ഒന്നും ഉണ്ടാവില്ല, ഇറച്ചി കഷ്ണവും കാലം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് കുക്ക് ചെയ്ത് കഴിക്കുന്ന കേട്ടിട്ട് എനിക്ക് തന്നെ എന്തെങ്കിലും ആവാ. പിന്നെ ഇവർ ഈ ബീഫിന്റെ തൊലിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീട്ടുമേല് ഇതാക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അയാൾ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ അടുത്ത് അതിനെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് നാഗാലാൻഡ് ശരിക്കും നമ്മൾ ഇന്ത്യൻസ് എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമായിട്ടൊക്കെ ഫീൽ ചെയ്ത്. കാരണം അത്രയും എന്താ പറയുക കൾച്ചർ എന്താന്നുള്ളത് എത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ഒരു മിനി ഏഷ്യയാണ്. ഇപ്പൊ തായ്ലാൻഡ് ചൈനയൊക്കെ അതെ, നിങ്ങൾ തായ്ലാൻഡ് ചൈനയൊക്കെ പോകുന്നതിന് പകരം നിങ്ങൾ പോകുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നാഗാലാൻഡോ മേഘാലയൊക്കെ പോയി നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും. അവിടുത്തെ അൾക്കാരുടെ കൾച്ചറും അവർ തിന്നുന്ന ആ ഒരു ഫുഡും അത് വേറെ തന്നെ ഒരു സ്മെല്ലാണ്. അവിടെ എല്ലാത്തിനും ഒരു വേറെ തന്നെ ഒരു സ്മെല്ല്. ഇതിൽ ഇപ്പൊ ഈ 7 സിസ്റ്റേഴ്സിൽ ഏതൊരു സ്റ്റേറ്റിന്റെ ഒരു ഇത് മുളവടി വെച്ചിട്ടൊരു ഡാൻസ് ഉണ്ടല്ലോ. ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഇതുപോലെ നമുക്ക് കോളേജിൽ തന്നെ കോട്ടയുണ്ട്, ഈ നോർത്ത് നിന്നൊക്കെ പിള്ളേർ വന്ന് പഠിക്കുന്ന കോളേജിൽ. അപ്പോൾ കോളേജിൽ ഈ കൾച്ചറൽ ഡേൻ്റെ സമയത്ത് അവരുടെ ട്രഡീഷണൽ ഡാൻസ് കളിക്കും. ഇതുപോലെ ആ ഒരു വെള്ള കോസ്റ്റ്യൂം വെള്ളൊരു ഭയങ്കര രസമാണ്, നല്ല രസമല്ല സൗണ്ടും ഭയങ്കര അതില് അവർ ആ ഒരു ഡ്രസ്സും കൂടി ട്രഡീഷണൽ. കാരണം ഇവർ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവർ ഹണ്ടേഴ്സ് ആയിരുന്നു. എന്നുവെച്ചാൽ ഈ മൃഗങ്ങളെയൊക്കെ ഹണ്ട് ചെയ്തിട്ടും പിന്നെ അവിടുത്തെ ഒരു ആചാരം എനിക്ക് അവിടുത്തെ മൂപ്പൻ പറഞ്ഞിട്ടുണ്ടായി. ഈ പണ്ട് കാലങ്ങളിൽ വേറെ മൂപ്പന ഇവർ തല അറുത്തിട്ട് വീട്ടിൻ്റെ മുമ്പിൽ വെച്ചാൽ എത്ര തല ഉണ്ടോ അവരായിരിക്കും ആ ഒരു ടോട്ടൽ പ്രൊവിൻസിന്റെ മെയിൻ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കഥകൾ ഒരുപാട് കാലം മുന്നേ ഒരു ബാഡ്ജ് 100 കൊല്ലങ്ങൾ മുമ്പ്. അതെ, അപ്പോൾ ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇപ്പൊ ഒരു ലയൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കിങ് ഉണ്ടാവുന്നത് ഈ എല്ലാ വില്ലേജിന്റെയും മൂപ്പനെ കൊന്ന് തല കെട്ടിയ ആളായിരിക്കും. അപ്പൊ അങ്ങനെ കുറെ കഥകളൊക്കെ അവർ എനിക്ക് പറഞ്ഞിട്ടുണ്ടായി. അതൊക്കെ ഭയങ്കര എന്താ പറയാ കാരണം അവിടെ ഞാൻ കേട്ടിട്ടില്ല. ഞാനൊരു ബുക്കിലോ അല്ലെങ്കിൽ ഞാൻ ഒരു ഇന്റർനെറ്റിലോ ഞാൻ കാണാത്തൊരു സാധനമാണ് അത്, ഈ നോർത്ത് ഈസ്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു വരുമാനത്തിനൊക്കെ എന്താ ചെയ്യണേ? അവര് ഫാമിങ് കൃഷിയൊക്കെ തന്നെ മെയിൻ അവിടുത്തെ. എനിക്ക് തോന്നുന്നു കുറേ ലോകത്ത് പല രാജ്യങ്ങളിലും അല്ല പല സിറ്റി ഇന്ത്യയിൽ തന്നെ അവർ അവിടുന്ന് നല്ല എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഉണ്ടാവുന്ന കുറേ ഈ എന്താ പറയാ ഈ ഇതൊക്കെ ഉണ്ട്, ചില്ലി ഭയങ്കര ലോകത്തിലെ ഏറ്റവും എരിവുള്ള ചില്ലി നോർത്ത് ഈസ്റ്റ് എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. എൻ്റെ അടുത്ത് അവർ പറഞ്ഞതാണ്, എനിക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റൂല, പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവർ അങ്ങനെയാ, ലോകത്തിലെ ഏറ്റവും എരിവുള്ള ചില്ലി അത്. ഞാൻ അത് കഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മോ അയ്യോ ഭയങ്കര എരിവാ. ഞാൻ പാല് കുടിച്ചിട്ടോ 2 ദിവസം ആ എരിവ് എൻ്റെ വായിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ തള്ളുന്നതല്ല, ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അത്ര ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഞാൻ പറയുന്നത്. കാരണം ഇത് അത്ര ആൾക്കാർ കാണുന്ന എനിക്ക് അറിയാം. അപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ജമ്മാണല്ലേ. ഈ എന്നോട് പറഞ്ഞില്ലേ ഈ നോർത്ത് ഈസ്റ്റ് പോയ സമയത്ത് എന്താ ട്രെയിനിൽ ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഫുള്ള്. അതെ, അത് ഞാൻ ഇവിടെ പറയണമെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. അതാണ് ഞാൻ ആദ്യം പറയുമ്പോൾ കഥ പറയുമ്പോൾ ഞാനൊന്ന് ട്രെയിനിലും എന്ന് പറഞ്ഞു, ട്രെയിനിൽ ടിക്കറ്റ്, കാരണം ഇത് അത്ര ആൾക്കാർ കാണുന്നില്ല. അപ്പം ഞാൻ ത്രൂ അവർക്കൊരു ഇതാവണ്ടെന്നുള്ളതുകൊണ്ട്. കാരണം ടിക്കറ്റ് എടുക്കാതെ കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഞാൻ എപ്പോഴും ടിക്കറ്റ് എടുക്കാതെയാണ് ഇന്ത്യയിൽ. ചെക്കർ വരും, ചെക്കറെ കാല് പിടിക്കും, കരയും. ചെറിയ ചെക്കനാണല്ലോ ഞാന്, അതുകൊണ്ട് കുഴപ്പമില്ല, ചെക്കർക്ക് മനസ്സിലാവും. ജനറൽ കമ്പാർട്ട്മെന്റ്. എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല, പൈസ ഉണ്ടെങ്കിലല്ലേ എന്നെ പോലീസിന്റെ അടുത്തൊക്കെ അയക്കും. പോലീസിന്റെ അടുത്ത് ഞാൻ പറയൂ ഭയ്യ മേരാ പാസ് പൈസ നെയ് ഹൈ ഭയ്യ, കേസൊക്കെ അത് വിടും. വിടും. കാരണം ഞാൻ ചെറിയ ചെക്കനാണ്, കാരണം എനിക്ക് ആകെ അത്ര വയസ്സേ ഉള്ളൂ. ഞാൻ 18 വയസ്സ് പോലും ആയിട്ടില്ല. എൻ്റെ ആധാർ കാർഡിൽ കാണുന്ന പറയേ അങ്ങനെ ആലിക്ക ഈ എന്തിനാ ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇതാക്കിയാണോ? ഞാൻ ഇപ്പം ഉമ്മാനെ വിളിച്ചു കൊടുക്കും, മേരാ മാ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കും. എന്നിട്ട് ഓരോ പറയും ഇവന് ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ, ഓനെപ്പോൾ അങ്ങനെയാ ട്രാവൽ ചെയ്യലും പറയൂ. അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എൻ്റെ യാത്ര തടസ്സപ്പെടുത്തണ ഒന്നും ചെക്കറായിട്ടുന്ന പോലീസ് എനിക്ക്
ഒരുപാടുണ്ടായി. പല രീതിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായി. എന്നെ ഓടി പിടിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് TTR എൻ്റെ ബാക്കിൽ ഓടി പിടിച്ച് എന്നെ ഇതിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതേപോലെ എന്ത് പറഞ്ഞു ഇപ്പം TTR കേസ് പറഞ്ഞപ്പോൾ നമ്മളിതുപോലെ നമ്മൾ ഓൾ ഇന്ത്യ പോയത് ഓർമ്മയുണ്ടോ? ലൈക്ക് ഓൾ ഇന്ത്യ എന്ന് പറച്ചിലാണ്. ബട്ട് ഈ കോളേജിൽ നിന്നൊക്കെ ഫൈനലിൽ നോർത്ത് പോകുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ തിരുവനന്തപുരത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ പോകണം കേരളത്തിൽ നിന്ന്. പിന്നെ പല സ്ഥലത്തു നിന്നും ചെക്കന്മാർ പല സ്ഥലത്തു നിന്നും കയറണേ. കാരണം എല്ലാവരും വീട്ടിലൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഷൊർണൂരിൻ്റെ അടുത്തും കയറാണ്ടായിരുന്നു. അപ്പോൾ ഇവൻ വരാൻ കുറച്ച് ലേറ്റായി. ട്രെയിൻ ഇങ്ങനെ അനങ്ങി. അപ്പോൾ ഇവനെ വിളിച്ചപ്പോൾ പറഞ്ഞ സ്റ്റേഷനിൽ എത്തിക്കണേ, പ്ലാറ്റ്ഫോമിൽ കയറാനായിരുന്നു. ട്രെയിൻ ഇങ്ങനെ അനങ്ങി ഒന്നും സ്പീഡായപ്പോൾ ചെയിൻ വലിച്ചില്ലേ. ഒപ്പലെടുത്ത് ചെയിൻ വലിച്ചേക്കുമ്പോൾ പുറത്തേക്കാണ് ചാടി. എന്തിന് മറ്റവനെ കൈ കാണിച്ച് ഇങ്ങനെ ആക്കാൻ വേണ്ടി. അപ്പോൾ ചാടിയപ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി ഇവനാണ് ചെയിൻ വലിച്ചിക്കണമെന്നുള്ളത്. പിന്നെ പോലീസായി ഒരു 10 മിനിറ്റ് ട്രെയിൻ അവിടെ പിടിച്ചിട്ട് എന്നിട്ട് ട്രെയിൻ എടുത്തു. അപ്പോൾ തന്നെ ട്രെയിൻ എടുത്തു. കാരണം അധികം പിന്നെ ട്രെയിൻ ലാഗാക്കണ്ടല്ലോ. എന്നിട്ട് പിന്നെ അതിനുള്ളിൽ നിന്ന് ഇതാണ് നെഗോഷിയേഷനാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ്ട് TTR ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഇങ്ങനെ പൈസ ഇതൊക്കെ അവസാനം കുറേ അങ്ങോട്ട് വിടും പറഞ്ഞിട്ട് നല്ല ആളാണ് TTR. അയാൾ പറഞ്ഞു അടുത്ത ഇപ്പൊ കണ്ടപ്പോൾ ഒരു വിട്ട് അയാൾ ലാസ്റ്റ് പറഞ്ഞ് നിങ്ങൾ അടുത്ത സ്റ്റേഷനിൽ എന്തായാലും ഇറക്കി വിടും, ആരെങ്കിലും ഒരാൾ ആരോ വലിച്ചു വെച്ചാൽ പോലീസിൻ്റെ കൂടെ പോകേണ്ടി വരും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ. പക്ഷേ പിന്നെ കുറേ വർത്തമാനം പറഞ്ഞു. പിന്നെ സാറുമാരൊക്കെ വന്ന് സംസാരിച്ച് റെഡിയാക്കി അവസാനം വെറുതെ വിട്ട്. അല്ലാതെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങൾക്ക് ഇതൊരു ശീലമാവും, നിങ്ങൾ പിന്നെയും വലിക്കും, മനസ്സിലായി? അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നത്. കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആൾ കുറേ വിഷയമാക്കി. പിന്നെ സംസാരിച്ച് റെഡിയാക്കി. പക്ഷേ നോർത്ത് അവിടെ ചെയ്യരുത്. എൻ്റെ പേരുണ്ടല്ലോ, എൻ്റെ പേര് ഫഹീം എന്നാണല്ലോ. പക്ഷേ നോർത്തിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പേര് വിഷ്ണു, അമരോ. അങ്ങനെ പറയാം. ഞാൻ ഗുജറാത്തിലല്ല ഞാൻ പോയിട്ട് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സെക്യൂരിറ്റി തോന്നുള്ളൂ. സെക്യൂരിറ്റി അല്ല, സെക്യൂരിറ്റി ഓഫ് കോഴ്സ്. പക്ഷെ ട്രീറ്റിംഗ് ഉണ്ടല്ലോ എനിക്ക് അവിടുത്തെ. ഞാൻ എന്തിനാ പല സ്റ്റേറ്റുകളിലും ഞാൻ പോയത് അവിടുത്തെ കൾച്ചർ പഠിക്കാനും അവർ എങ്ങനെയാണ് അവരുടെ റിലീജിയനും അവരുടെ ആൾക്കാരെയും കാണുന്നതെന്നുള്ളൊരു സംഭവം പഠിക്കാനാണ് ഞാൻ, ഓഫ് കോഴ്സ്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ പല പേരുകൾ പറയുമ്പോൾ ഇപ്പോൾ വിഷ്ണു എന്നൊക്കെ പറഞ്ഞു, ഓ ദൈവത്തിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ ഭയങ്കര കാര്യമായിരിക്കും, വെൽക്കം ചെയ്യും. ഞാൻ കേരളത്തിൽ നിന്നാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അമ്പലത്തിൽ ഞാൻ പറയും ഞാൻ അത്ര വലിയ ഭക്തനല്ല, പേര് മാത്രമേ ഉള്ളൂ, ഭക്തനല്ല. അപ്പം എനിക്ക് ഇതൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നെ നിങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകുമോ, എനിക്ക് അവിടുത്തെ ഇതൊക്കെ പഠിപ്പിച്ചു തരുമോ? അങ്ങനെ ഞാനിപ്പോൾ മറ്റേ വാരണാസിയൊക്കെ പോയിട്ട് എനിക്ക് ഭയങ്കര ഈ അവിടെ കുറേ മറ്റേ ഇതുണ്ടാവും, മുട്ടയെല്ലാം അടിച്ച് അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാനിങ്ങനെ ഇതെന്നൊക്കെ പറയുമ്പോൾ ഇവർ എന്നെ മറ്റേ ക്ഷേത്രത്തിലെല്ലാം കൊണ്ടുപോയി മറ്റേ സാധനം ഇട്ടാന്ന് മറ്റേ എന്താ പറയുക ഈ പ്രസാദമൊക്കെ തന്ന്. അത് വേർത്തൊരു എക്സ്പീരിയൻസാണ്. ഞാൻ ഒരു ഇതായി പറയല്ലോ, ഇപ്പം നിങ്ങൾ കാശ്മീർ പോയി നോക്ക്, കാശ്മീർ പോയിട്ട് നിങ്ങൾ മുസ്ലിം പേര് പറഞ്ഞു നോക്ക്, ഭയങ്കര ട്രീറ്റിംഗ് ആയിരിക്കും. മുസൽമാനെ എന്നൊക്കെ പറഞ്ഞ്. കാരണം അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെയാണ്, അവർ ജനിച്ച പാടന്നെ ആൾക്കാർ അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പം നമ്മൾ അതിനൊരിക്കലും അതൊരു റിലീജിയസ് ആനായിട്ട് എടുത്തിട്ട് കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓർ ജനിച്ച് വളർന്ന ഒരു ഇതങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ എന്ന് വെച്ചാൽ ഒരാൾ അതിൽ പെട്ടതാണെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മാറ്റി ഞാൻ അവരുടെ ആ ഒരു സംഭവം അവർക്ക് അടുത്തറിഞ്ഞ് ഇപ്പം ഞാൻ കാശ്മീരിലൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ പല വില്ലേജിലും കൊണ്ടുപോയി അവരെ അബ്ദുള്ള എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര എന്താ ഓരെന്നെ അവർ പറയും ഓക്കെ അങ്ങനെ ചെയ്യാം, പ്രശ്നമില്ല, എനിക്ക് അവരുടെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ ചെയ്യാന്നുള്ളത്. എന്നിട്ട് ഇവർ എന്താ പറയുക ഈ ട്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പറയും നന്നായി എൻ്റെ പേര് അബ്ദുള്ള എന്നാക്കിയത്. എനിക്ക് അത്രയും ഞാൻ എൻ്റെ പേര് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ട്രീറ്റിങ് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടിയെന്ന് വരില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എവിടെയെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ റിലീജിയൻ്റെ പേരിൽ ആളുകൾ മാറ്റി നിർത്തപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ കിട്ടേണ്ട വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യനുകൾ വരും, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. പ്രാക്ടീസിനെ കുറിച്ചാ? പ്രാക്ടീസിനെ കുറിച്ചിട്ട് മാത്രമല്ല, അവരുടെ ഏതെല്ലോ ഈ ടെററിസം ബേസ്ഡ് ആയിട്ട് അങ്ങനെ ആൾക്കാർ പല ക്വസ്റ്റ്യൻ, നിങ്ങളിൽ പെട്ട എല്ലാവരും ഇങ്ങനെയാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്നെ ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര അലട്ടും അങ്ങോട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ആ ഒരു ചോദ്യം ഞാൻ അതിൽ മനസ്സിലായി. ഇപ്പോൾ ഹിച്ചേക്കിനോമാരൊക്കെ ഒരുപാട് സ്ഥലത്ത് പോകുന്നതാണ്, പക്ഷെ അവനൊന്നും ഇതുവരെ അങ്ങനെ ഒരു
പേര് മാറ്റി പറയും. ഇസ്രായേലിലെ നല്ല ചെക്കിങ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനെ പേര് മാറ്റി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഓനും എവിടെയും അങ്ങനെ പബ്ലിക്കിലും പറഞ്ഞതിലൊക്കെ ഓർമ്മയാണ്. അങ്ങനെ പിന്നെ ബോർഡർ സെക്യൂരിറ്റിന്റെ അടുത്തൊന്നും പാസ്പോർട്ട്സ് പിന്നെ നമ്മളെ ഡോക്യുമെന്റ്സ് കാണിച്ചു കൊടുക്കില്ല. അവിടെ ഇനി വേറെ ഫേക്ക് അതൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാം. വേറെ മൾട്ടി വിടും. അതന്നെ നമ്മള് പേര് മാറ്റി അത് വേറെ കേസായില്ലേ. വേറെ കേസാണത്. അതെ, അപ്പൊ അതുകൊണ്ട് വേറെ രാജ്യങ്ങളിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായിട്ടുള്ള ഇപ്പൊ ഞാനിപ്പോ മലേഷ്യയില് അല്ല, വേറെ രാജ്യങ്ങളിൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ ചിലപ്പോ ഡിപ്പെൻസ് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ വേറെ രാജ്യങ്ങളിൽ അത് നിങ്ങൾ കേട്ടില്ലേ മറ്റേ മലേഷ്യയില് ഒരു ചങ്ങായി ഒരു വീഡിയോ ഇട്ടത്, ഞാൻ ജൂതനായത് കൊണ്ട് എന്നെ ഒരു വിസ അടിച്ച് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം വിട്ടത് കണ്ടിട്ടില്ലേ. പക്ഷെ അതുകൊണ്ടായിരിക്കൂല, ചിലപ്പോൾ അവൻക്ക് റീച്ച് ആയിരിക്കും വേണ്ടേ. കാരണം ഒരു രാജ്യവും എനിക്ക് തോന്നുന്നില്ല റിലീജിയൻ നോക്കിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ യൂറോപ്പിലൊന്നും ആരും എടുക്കൂലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ആരും എടുക്കൂലല്ലോ. മുസ്ലിംസ് എത്ര ഉണ്ട് അവിടെ പോകുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ അല്ല. പിന്നെ ഈ നാട്ടിൽ നിന്ന് ആ ഒരു മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ യൂറോപ്പാണോ വെച്ച് പിടിച്ചേ? അതെ, ഞാൻ എന്നിട്ട് നേപ്പാള് അല്ല, ഞാൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ നേപ്പാളാണ്. നേപ്പാളിൽ ഞാൻ പക്ക ബഡ്ജറ്റിലാണ് പോയത്. ഞാൻ നേരെ ട്രെയിനിൽ ഇതേപോലെ കള്ളവണ്ടി കയറി ലാസ്റ്റ് അവിടെ എന്ന് വെച്ചാൽ ബോർഡറിൽ ഒരു ഇതുണ്ട്, എനിക്ക് കറക്റ്റ് ഓർക്കുള്ള. അപ്പോൾ ആ ഒരു സ്ഥലത്തുനിന്ന് ബോർഡർ നമ്മൾ നടന്നിട്ട് കടക്കണം. അപ്പോൾ ഈ കുറേ ആൾക്കാർ അങ്ങനെ മറ്റേ സൈക്കിളിൽ പെട്രോളൊക്കെ ഇങ്ങനെ കടത്തി അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടാവും, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ടാവും. അവിടെ പ്രത്യേകിച്ച് പോലീസുകാരോ ഒന്നും ഇല്ല, വെറുതെ ഒരു ബോർഡർ, വെറുതെ ഒരു രാജ്യത്തിലെ ഒരു ബോർഡർ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ കാത്മണ്ഡു എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് ഇങ്ങനെ ഇതാക്കുന്നുണ്ടാവും. ആൾക്ക് എത്ര ഒരു 500 റുപ്യ കൊടുത്ത് നമുക്ക് കാത്മണ്ഡു എത്താം. അവിടുന്ന് ഗോരഖ്പൂർ, അതെ ഗോരഖ്പൂരിൽ നിന്നാണ് ഞാൻ ഇവിടത്തേക്ക് പോയത്, ഈ ഒരു ബോർഡറിലേക്ക് പോയത്. അവിടുന്ന് ഒരു ബസ്, ഒരു ഓട്ടോ ഉണ്ട്. ആ ഒരു ഓട്ടോയിൽ ഷെയറിംഗ് ആയിട്ട് അങ്ങനെ തുക്ക് അതിൽ എന്നെ ആ ബോർഡർ വരെ അവർ എത്തിച്ച്, ആ ബോർഡറിൽ നിന്ന് ഞാൻ നടന്നിട്ട് അപ്പുറം കടന്ന് എന്നിട്ട് ഈ ബസ് പിടിച്ച് കാത്മണ്ഡു പോയി. അപ്പോൾ കൊറോണ സമയമായിരുന്നു. അപ്പോൾ കൊറോണ സമയത്തായിരുന്നു ഞാൻ അവിടെ പോയി. ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, അതൊക്കെ പൂട്ടിയിട്ടാണ് ഉണ്ടായത്. പക്ഷേ ഞാൻ എന്താ പറയുക, അവിടെ പോകണം എന്നുള്ളൊരു ഇതിൽ ഞാൻ അവിടുത്തെ വില്ലേജിലും അങ്ങനെ ഇതിലൊക്കെ പോയി കഷ്ടപ്പെട്ട് അവിടെയൊക്കെ പോയിട്ടുണ്ടായി. പിന്നെ ഇതേപോലെ തന്നെ അന്നപൂർണ ബേസ് ക്യാമ്പിൽ പോകുന്ന ഗാന്ത്രൂക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനില്ല, കാരണം അന്നപൂർണ ബേസ് ക്യാമ്പിൽ ഈ പോകുന്ന ഗാന്ത്രൂക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലം ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ പോയ സമയത്ത് എന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യവും, കാരണം ആ സമയത്ത് ആരും ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്പെഷ്യൽ പരിഗണന ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് നേപ്പാളിലൊരു കാര്യങ്ങൾ നമ്മളൊക്കെ ഇന്ത്യൻസൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം നേപ്പാളിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ റെസ്റ്റോറൻറ്റിലും എല്ലാ ഷോപ്പിലും പെൺകുട്ടികളായിരിക്കും പണിയെടുക്കേണ്ടത്. അവിടുത്തെ ഒരു കൾച്ചർ എന്താ വെച്ചാൽ ആണുങ്ങൾ പവറായിട്ടുള്ള ഈ വലിയ പണികൾ ചെയ്യുക, പെൺകുട്ടികൾ ചെറിയ ചെറിയ ഈ ഷോപ്പുകളിലും സെയിൽസ് ആയിട്ടുള്ള. അതന്നെ ഭയങ്കര എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. അങ്ങനെ ഇന്ത്യയിൽ തുടങ്ങിയാൽ തന്നെ നമ്മൾ കുറേയൊക്കെ രക്ഷപ്പെടും. ആൾക്കാർ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാ വീട്ടിലും എല്ലാവർക്കും പണിയുണ്ട് എന്ന് പറയുമ്പോൾ. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും ചിലപ്പോൾ, നമ്മളറിയായിട്ടല്ലേ. നമ്മളെ നാട്ടിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പക്ഷെ ഇപ്പം കൊടുക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ കൂടുതൽ ഫാമിലി ഓൺഡ് റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും അല്ലേ. അത് എല്ലാവർക്കും അവിടെ ബിസിനസ് ഇതിപ്പോൾ നമ്മൾ വേറെ രാജ്യത്ത് തന്നെ പോയി നോക്കിയാൽ മതി, ഇഷ്ടം പോലെ നേപ്പാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അവർ ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡിൽ റെസ്റ്റോറൻറ്റ്സിൽ ഫീൽഡിൽ ഉണ്ടാവും അല്ലേ. അതെ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ പോലും അത് നേപ്പാളി ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ നമ്മൾ നാളെ പോയൊരു സിറ്റി, അവിടെ ഇന്ത്യൻ ആൻഡ് നേപ്പാളി റെസ്റ്റോറൻറ്റ് നമ്മൾ കയറിയില്ലേ ഗഡാൻസ്ക്. അവിടെ പോയപ്പോൾ നമ്മൾ ലാസ്റ്റ് ഗഡാൻസ്ക് എന്താ പോയപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ് അതേപോലെ കയറിയിരുന്നു. ഒരു ഇന്ത്യൻ ആൻഡ് നേപ്പാളി ഒരുമിച്ചുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണത്. അതെ, അങ്ങനെ കുറേ ഇപ്പം ഞാൻ കുറേ സ്ഥലത്ത് നേപ്പാളി റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. ഈവൻ ഞാൻ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു 3 പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് എവിടുന്നാ എവിടെയാ ഇന്ത്യയിൽ നിന്നാന്ന് പറഞ്ഞ് എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ എന്നെല്ലാം പറഞ്ഞ് കമ്പനിയായി നമ്മൾ വീട്ടിൽ വരുന്നു എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ എന്നിട്ട് അവരപ്പുറം പോയി അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിലാകെ അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 2 ഫ്രണ്ട്സ് ഓളെ വീട്ടിലേക്ക് പോവാണ്. എന്നുവെച്ചാൽ ഓള് സിറ്റിയിലാണ്, കാത്മണ്ഡുവിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഗാന്ത്രൂക്ക് എന്ന് പറഞ്ഞ വില്ലേജിൽ ഓർ തിരിച്ചു പോകുമ്പോൾ 3 ആൾക്കാർ പോകുമ്പം എന്നെ ഇൻവൈറ്റ് ചെയ്ത്, അങ്ങനെ ഈ 2 ഫ്രണ്ട്സിനും എന്നെ ആയിട്ടാണ് ഓളെ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയപ്പോൾ വൻ സ്വീകരണം. അവർക്കൊരു എന്താ പറയുക, ഒരു 3 പെണ്ണിൻ്റെ പേര് ഒരാണ് വരുന്നു, അല്ലെങ്കിൽ ഇതൊരു സ്ട്രേഞ്ചർ അല്ലേ,
ആ ഒരു ഇതൊന്നുമില്ല. ഞാൻ അവരുടെ ട്രീറ്റിങ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കിളിപാറിപ്പോയി. എങ്ങനെ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക അടുക്കൊക്കെ എന്ന് വെച്ചാൽ നീ ഇവളെ കല്യാണം കഴിക്കുന്നോ? പ്രശ്നമൊന്നുമില്ല, കല്യാണം കഴിക്കാട്ടോ. അല്ല ഞാൻ നേപ്പാളിന്റെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിരിക്കണം. അതായത് ഈ വ്ളോഗേഴ്സ് ചെയ്യുന്നത് കുറച്ച് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്ക് വരലുണ്ട്. അതായത് നേപ്പാളിൽ ഇങ്ങനെ നിങ്ങൾ ഈ വില്ലേജിൽ വന്നാൽ മതി, ഇവിടെ കുറെ അതേപോലെ ഇപ്പോൾ പെൺപിള്ളേർ ഇങ്ങനെ പുരുഷന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്ളോഗ്സ്. എനിക്ക് തോന്നുന്നത് അവിടെ ഈ വുമൺ മെൻ റേഷ്യോന്റെ എന്തോ ഒരു ഇതുണ്ട്. അതെ, അപ്പോൾ അവിടുത്തെ ആൾക്കാരെ പക്ഷെ കല്യാണം വെച്ചാൽ അവിടെ തന്നെ നിൽക്കണം തോന്നുന്നുണ്ടല്ലേ? കൂടുതൽ രീതിക്ക് അറിയാം. എനിക്ക് കൂടുതൽ അറിയില്ല. ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായി, ഇവളെ കല്യാണം കഴിക്കുന്നോ? ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കളിയാക്കുക ഒരാളെ ഇതാക്കിയിട്ട്, ഇവളെ കെട്ടുന്നോ? ഇവളെ കെട്ടാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഉന്താ അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഫണ്ണായിട്ടുള്ള ഒരു സുഖം തരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. കാരണം ഇതൊന്നും നമ്മളെ നാട്ടിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു ഹാർട്ട് വെൽമിങ് മൊമെൻറ്റ്സ് ആയിരുന്നു അവിടെ. ഇപ്പോൾ ഇപ്പോൾ ഗാന്ധർബലിൽ ആ ഒരു സ്ഥലമുണ്ട്, ഈ അന്നപൂർണ്ണ ബേസിൽ പോകുന്ന ആ ഒരു ഏരിയ. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം വൈറലായി കളിക്കുന്നുണ്ട്. ആൾക്കാരിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത്, പെൺകുട്ടികളിങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ. ഓരോ ട്രഡീഷണൽ ഡ്രസ്സിൽ ഫോട്ടോ. അതെ അതെ, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നേപ്പാളും എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഒരു ഇന്ത്യന് ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ആദ്യം ഒരു രാജ്യം പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നേപ്പാൾ ഭയങ്കര ബഡ്ജറ്റായിട്ട് പോയിട്ട് വരാം. വിസന്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് നേരെ ഒരു ട്രെയിൻ എടുക്കുക, ഗോരഖ്പൂർ എത്തുക, അവിടുന്ന് ഒരു ബസ് എടുത്ത് 500 രൂപയ്ക്ക് നേരെ കാഠ്മണ്ഡു എത്തി. ഇപ്പം നമ്മൾ അവിടെ ആണെങ്കിൽ സ്റ്റേ, ഫുഡ് എല്ലാം ഭയങ്കര ചീപ്പാണ്, നമ്മളെ നാട്ടിനെക്കാട്ടിന് ചീപ്പാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു രാജ്യം പെട്ടെന്ന് അങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ അങ്ങനെ പോയി വരാൻ പറ്റുകയല്ലേ. അപ്പോൾ അതൊക്കെ എന്നെ ഭയങ്കര ആ ഒരു ഇത് ട്രിപ്പ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്കൊരു എന്താ പറയുക, വേറൊരു രാജ്യം പോകണമെന്നും എൻ്റെ 15 വയസ്സിലൊരു വലിയ ഡ്രീം എന്തായിരുന്നു വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു രാജ്യമെങ്കിലും കാണണമെന്നായിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ നേപ്പാൾ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ആഗ്രഹങ്ങൾ കൂടി. അപ്പം ഞാനങ്ങനെ JDTയിലായിരുന്നു അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കേണ്ടത്. അപ്പോൾ JDTയിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്തായാലും ക്ലാസ്സിനൊന്നും പോക്കില്ല, എക്സാമിന് പാസ്സല്ല, കാരണം എപ്പോഴും ട്രിപ്പിംഗ് ആണ്, എല്ലാ ദിവസവും ട്രാവലിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവർ എന്ന് വെച്ചാൽ കോളേജിൽ ഞാൻ ഓൾറെഡി എല്ലാം പൊട്ടി, ഒന്നിലും ഇത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ. വീട്ടുകാരെ പറ്റും ഒഴിവാക്കി വിട്ട് ചെക്കനെല്ലാം ഫെയിലായി. ഉമ്മാക്ക് പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് ട്രാവൽ കമ്പനി തുടങ്ങിയിട്ടുണ്ടായി, ട്രിപ്പ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഉമ്മാക്ക് ഇങ്ങനെ മാസത്തിൽ ഇങ്ങനെ എനിക്ക് കിട്ടുന്ന പൈസ ഫുള്ള് ഞാൻ ഉമ്മക്ക് കൊടുക്കും. അപ്പോൾ ഉമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ 17 വയസ്സിലാണ് ഞാൻ ട്രാവൽ കമ്പനി തുടങ്ങുന്നത്. ഒരു മണാലി യാത്രയ്ക്ക് ശേഷമാണ് എനിക്ക് ഈ ഒരു ഐഡിയ, തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ആ ഒരു 17 വയസ്സിലായ ട്രാവൽ കമ്പനി തുടങ്ങിയപ്പോൾ ഉമ്മ ഹാപ്പിയായി. പിന്നെ ഉമ്മാക്ക് ഒരു പഠിക്കുന്നുണ്ടോ ഇതാക്കുന്നുണ്ടോ ഒന്നും അറിയണ്ട, ഞാൻ എന്താ ചെയ്യുന്നത് അത് റൈറ്റാ, അതാണ് എൻ്റെ ഉമ്മാൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ അത് മിസ്യൂസ് ചെയ്യാനോ നിന്നിട്ടില്ല, ആ ഒരു ഉമ്മാൻ്റെ ആ ഒരു ഇത്. അപ്പോൾ JDT ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത്, 3rd ഇയറിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഡൽഹി പോവാം എല്ലാം അടുത്താണ്, എല്ലാ സ്ഥലവും, കാശ്മീർ പോകണമെങ്കിൽ പോവാം, മണാലി പോകണമെങ്കിൽ പോവാം. അപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് ജാമ്യയിലേക്ക് പോകാൻ വേണ്ടി നിന്നു. അപ്പോൾ ഞാനൊരു ഫ്രണ്ട്, കൊറോണ സമയത്തായിരുന്നു ഇത്. അപ്പോൾ ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവിടെ ഈ എന്തിനാ ഡൽഹി, ഇപ്പം നീ എന്തായാലും ഇന്ത്യ എല്ലാം ഏകദേശം കണ്ടില്ലേ, ഇനി ആകെ കുറച്ച് കൂടിയല്ലേ കാണാനുള്ളൂ, ഒരു കാര്യം ചെയ്യും യൂറോപ്പിൽ പോയിക്കോ പറഞ്ഞു, അതാണെങ്കിൽ എനിക്ക് രാജ്യങ്ങൾ കാണാമല്ലോ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഇത്. അവൻ ഏകദേശം 22 രാജ്യങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്, നസീം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഓനായിരുന്നു അവിടെ എന്താ പറയുക, ഈ ഇൻ്റർനാഷണൽ ആ ഒരു സമയത്ത് ആരും ഇന്ത്യയിൽ അത്ര കേരളത്തിൽ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇവന് 22 രാജ്യങ്ങളൊക്കെ പോയി അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ വന്ന് പറയും. എൻ്റെ കോളേജിലൊക്കെ ഞാനിങ്ങനെ ഗസ്റ്റായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കര കാര്യമായിരുന്നു എല്ലാവർക്കും ഓന. ഈവൻ ബാലിയിലേക്കും അങ്ങനെ പല സ്ഥലത്തേക്ക് പാക്കേജുകളും അങ്ങനെയൊക്കെ അവൻ ആ ഒരു സമയത്ത് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഈ വിട്ടോ, ഞാനിപ്പോൾ ഓൾറെഡി കാനഡ അപ്ലൈ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇതാക്കാന്നുള്ള മൂഡിൽ ഞാൻ നേരെ ഏജൻസീൻ്റെ അടുത്ത് പോയി അഡ്മിഷനെല്ലാം എടുത്ത് 1 കൊല്ലം കൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് കയറി ലാറ്റ്വിയ. അപ്പം ഞാൻ നേരെ ലാറ്റ്വിയ കയറുമ്പോൾ തന്നെ തുർക്കി വഴിയാണ് ലാറ്റ്വിയ കയറി. നമ്മളൊരു രാജ്യത്ത് ആദ്യം വന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച് അവിടെ നിന്നെല്ലാം എങ്ങനെയെങ്കിലും പൈസ എല്ലാം ഉണ്ടാക്കി അങ്ങനെ നിൽക്കണം എന്നാണ് വിചാരിക്കുക.
ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ വന്ന നെക്സ്റ്റ് ആഴ്ച തന്നെ ഒരു 10 ഫ്ലൈറ്റ് 10 രാജ്യത്ത് അങ്ങോട്ട് ബുക്ക് ചെയ്ത് എല്ലായിടത്തും അങ്ങോട്ട് പോയി. എല്ലാ നോർവേ, ഫിൻലാൻഡ്, സ്വീഡൻ, ഇറ്റലി, സെന്തോറിനി, ഗ്രീസ് എല്ലായിടത്തും അങ്ങോട്ട് വന്ന ആ ഒരു മാസം കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്തു. ഇതിപ്പോ ട്രാവൽസ് നടത്തിയ ഒരു വരുമാനം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തല്ലേ? എല്ലാ ഈ വളരെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണ അതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഉമ്മ കുറച്ച് പൈസ തന്നിട്ടുണ്ടായി. ഒരു കുറച്ച് പൈസ കൊണ്ട് ഉമ്മാക്ക് കൊടുത്ത പൈസയൊക്കെ തിരിച്ചു വാങ്ങിയെന്നാണ്. യൂറോപ്പിന്റെ ജേഡിയത്തിന് ഡ്രോപ്പ് ചെയ്ത് ഉമ്മാക്ക് കുറച്ച് പൈസ ഇങ്ങനെ കൊടുത്തല്ലോ മാസം പോയത്, അതൊക്കെ തിരിച്ചു വാങ്ങി. ഇതിനൊക്കെ ഞാൻ അമ്മക്ക് കൊടുക്കും, അമ്മക്ക് ഫുൾ അമ്മ എത്തി തരും. അപ്പോൾ ഇവിടെ വരേണ്ട ചെലവൊക്കെ ഞാനാ നോക്കി. അപ്പം ലാസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 50,000 റുപ്യ കൈമിൽ തന്നിട്ടുണ്ടായി. 50,000 വെച്ചിട്ട് 50,000 വെച്ചിട്ടും ആയിട്ടില്ല, എനിക്ക് 50,000 പോലും ആയിട്ടില്ല. കാരണം ഞാനത് ഇത് ഏതാ ചെയ്തറിയാം. വർഷം? ഇത് 2022 അപ്പോൾ ഈ 22 ഏപ്രിൽ മാസത്താണ് ഞാൻ ഇവിടെ വന്നത് ലാറ്റ്വിയയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ലാറ്റ്വിയയിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് നോക്കുമ്പോൾ ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് സ്കൈ സ്കാനറിൽ നോക്കുമ്പോൾ കിട്ടുമല്ലോ, 10 യൂറോക്ക് സ്വീഡനിൽ നിന്ന് എവരിവെയർ അടിക്കും, 10 യൂറോക്ക് നോർവേ, 10 യൂറോക്ക് ഫിൻലാൻഡ്, 10 യൂറോക്ക് ഇറ്റലി, അവിടുന്ന് 10 യൂറോക്ക് സെന്തോറിനി, ഇങ്ങനെ എല്ലാം 10 യൂറോ വെച്ചിട്ട് വെറും 10,000 റുപ്യക്ക് 10 രാജ്യങ്ങൾ ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് അവിടെ എല്ലാം പട്ടിണി നടന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങനെ സ്ഥലങ്ങൾ നടന്ന് അങ്ങോട്ട് കണ്ട് എല്ലാം നടന്നിട്ട് ഫ്ലൈറ്റ് കയറും, നടന്ന് കാണും, ഫ്ലൈറ്റ് കയറും. ഒരു നേരത്തെ ഫുഡ് മാത്രം കഴിക്കും. അവിടെ ആണെങ്കിൽ ആരും ഫുഡൊന്നും ഓഫർ ചെയ്യാനോ അങ്ങനെ ഒന്നും അയ്യോ, മൂപ്പനൊന്നും ഇല്ലല്ലോടാ, യൂറോപ്പിൽ മൂപ്പനൊന്നും ഇല്ല. എനിക്ക് കൗച്ച് സർഫിംഗ് ഒക്കെ കിട്ടി. കൗച്ച് സർഫിംഗ് ഞാൻ അതിന്റെ ആപ്പ് രജിസ്റ്റർ ചെയ്തിട്ടാ? കൗച്ച് സർഫിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എന്നുവെച്ചാല് Use ചെയ്തതാണ്. അത് ഭയങ്കര സംഭവമാണ്. അത് എന്താ പറയാ, ഞാനിപ്പോൾ ഏറ്റവും ഇപ്പം ഇന്ത്യയിൽ ഞാൻ അത് യൂസ് ചെയ്തിട്ട് തന്നെ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായി ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ. ഞാൻ വെറുതെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇതാക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ അത്ര ഓപ്ഷൻസാണ്, പെട്ടെന്ന് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ആലോചിക്കാം, ഇന്ത്യയിൽ പോലും അക്സെപ്റ്റ് ചെയ്യാറില്ലല്ലോ. ഇവിടെ അതിൻ്റെ ഒരു കൾച്ചർ ഭയങ്കരമാണ്, കൗച്ച് സർഫിങ്ങിൻ്റെ. എവിടെ പോയാലും എവിടെ ആൾക്കാരുണ്ടാവും. കാരണം ഇവിടെ ആൾക്കാർക്ക് ഈ വർക്ക് പ്രഷർ കൊണ്ട് ഈ ഭയങ്കര ലോൺലിനെസ് ആണല്ലോ, അധികം ആൾക്കാരുടെ അടുത്ത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ ട്രാവലേഴ്സിനടുത്ത് അതെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്. കാരണം ഇപ്പം ഞാൻ സർഫിങ് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ പറയാം, ഇപ്പോൾ കൗച്ച് സർഫിംഗ് എന്താ വെച്ചാൽ നമ്മളൊരു ബേസിക്കലി മെമ്പർഷിപ്പ് എടുക്കണം കേട്ടോ. നമ്മൾ ഫ്രീ അല്ല, പക്ഷെ എന്നാലും ഒരു 10 സ്ലോട്ടിയോ, അതായത് ഏകദേശം ഒരു 200 റുപ്യ മന്ത്ലി എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്, ഇന്ത്യൻ റുപ്പി വരുമ്പോൾ. 10 സ്ലോട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ അത് വലിയൊരു എമൗണ്ട് അല്ല. അത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മൾ പോകുന്ന സിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ബുദാപെസ്റ്റ് പോകണം അല്ലെങ്കിൽ ഹംഗറി പോകണം, ഞാൻ എന്ത് ചെയ്യുക, ഹംഗറി ലൊക്കേഷൻ ഇട്ടിട്ട് ഇന്ന ഡേറ്റിന് ചെക്ക് ചെയ്യുക ആരൊക്കെയാണ് കൗച്ച് സർഫിങ്ങിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്കിങ്ങനെ കുറേ ആൾക്കാരും അവരുടെ പ്രോപ്പർട്ടിയും കാണാൻ പറ്റും. അപ്പോൾ അവരുടെ റൂമിൽ കൗച്ച് എന്ന് പറയുന്നത് ഒരു സോഫ, അവരുടെ സോഫ നമുക്ക് തരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ അവർ എന്ത് ചെയ്യും, നമുക്ക് റേറ്റിംഗ് കിട്ടും. നമ്മൾ ഇത്ര പോയി നിന്നു, അവർ നമ്മളെ റേറ്റ് ചെയ്യും, നമ്മൾ അവരെ റേറ്റ് ചെയ്യും. അപ്പോൾ നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ ഇതുപോലെ കൗച്ച് സർഫിൽ ഹോസ്റ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ വന്ന് പലപ്പോഴും നിന്ന് പോയി. അപ്പോൾ എനിക്ക് നല്ല റേറ്റിംഗ് ആയിട്ട് നേരെ മറിച്ച് ഞാൻ നാളെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എൻ്റെ റേറ്റിംഗ് കണ്ട് ഒരു റെഫറൻസ് അങ്ങനെ റെഫറൻസ് നമ്മളെ കുറിച്ച് അവർ എഴുതും, ഇയാള് നല്ലതായിരുന്നു ഇയാള്. അപ്പം അങ്ങനെ പല സംഭവങ്ങൾ എഴുതുമ്പോൾ അത് വായിച്ചിട്ടായിരിക്കും അടുത്ത ആൾ നമ്മളെ ഹോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെടുത്ത് വരാനോ ഓരോ തീരുമാനിക്കുന്നുണ്ടാവുക. ഇപ്പോൾ യൂറോപ്പിലൊക്കെ, ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ യൂറോപ്പിൽ കൗച്ച് സർഫിങ്ങിൽ അത്യാവശ്യം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഞാനൊരു പ്രാവശ്യം ഹംഗറി പോയ സമയത്ത് കൗച്ച് സർഫിങ്ങിൽ റിക്വസ്റ്റ് അയച്ച് അക്സെപ്റ്റ് ചെയ്തായിരുന്നു, ഞാൻ അങ്ങനെ താമസിക്കാൻ വേണ്ടി. പക്ഷേ പിന്നെ ഞാൻ ഒറ്റക്കല്ല, വൈഫും കൂടെ ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ റൂം എടുക്കുക ചെയ്തത്. അപ്പോൾ അത് ലൈക്ക് വർക്കിംഗ് ആണ്, കുറേ പേര് കേൾക്കുന്നുണ്ട്, നല്ല പോപ്പുലർ ആണ്. രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഈവൻ ആ സിറ്റി മൊത്തം കൊണ്ടുവന്ന് കാണിക്കും, അത് പിന്നെ ഫുഡ് ഉണ്ടാക്കി തരും, എല്ലാ കാര്യങ്ങളും നോക്കും. ഇപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ ഞാൻ നോർവേയിൽ പോയത്. നോർവേ പോയപ്പം അവിടെ വലിയ സെറ്റപ്പ് അപ്പാർട്ട്മെന്റിൽ ഒരു ചങ്ങായി, അവിടുന്ന് ഫുഡ് അവിടുത്തെ ലോക്കൽ അവിടെ കയറുമ്പോൾ തന്നെ ഒരു ജ്യൂസ്, പിന്നെ ഒരു ഫുഡ്, പിന്നെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം, അങ്ങനെ 5 സ്റ്റാർ. അതെ ഫുൾ സെറ്റപ്പ്. അതാണെങ്കിൽ ഓനാണെങ്കിൽ ഒരു 18ാമത്തെ നിലയിലായിട്ടാ നിൽക്കുന്നത്. നോർവേയിൽ കുറേ വലിയ കുറേ ബിൽഡിങ്സ് കാണാം നമുക്ക്. അപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ എന്തിനാണ് നമ്മളങ്ങനെ ട്രീറ്റ് ചെയ്യണത്. ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക നമ്മളെല്ലായിടത്തും പോകണം വിചാരിക്കണം. പക്ഷേ ഇവിടെ യൂറോപ്പിലെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ നിൽക്കാൻ സമ്മതിക്കും, ഓൻ്റെ വീട്ടിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും നിൽക്കാൻ സമ്മതിക്കും. അപ്പോൾ ഇത് ഈ ഒരു കൾച്ചർ നല്ലോണം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കോമൺ സംഭവമാണ്. ഹോസ്പിറ്റാലിറ്റി ഇവരുടെ ഒരു വെറൈറ്റി ഹോസ്പിറ്റാലിറ്റിയാണ്. ലൈക്ക് എന്താ പറയുക, നമുക്കൊരു റെസ്റ്റോറൻറ്റിലൊക്കെ എങ്ങനെയാ തരാം ആ രീതിക്കാണ്. ഇവരെല്ലാം ഭയങ്കര കൈൻഡ് ആയിരിക്കും.
ഇത് ഇവരെല്ലാരും ഒന്നും പറയാം എല്ലാവരും പറഞ്ഞ ഡിഫറൻസ് ആണ്. ഇതൊരു റയർ കേസ് ആയി ഞാൻ പറയുള്ളൂ. കൗച്ച് സർഫിങ്ങിൽ എനിക്ക് തോന്നുന്നത് കൗച്ചർ ഓരോ സർഫിങ് ഞാൻ ഉദ്ദേശിച്ചത് കൗച്ച് സർഫിംഗ് ആണ്. ഇപ്പൊ കൗച്ച് സർഫിങ്ങിൽ നമ്മളിപ്പോ പോയി കഴിഞ്ഞാല് ഇത് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവോ, ഇത് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവോ, ലൈക്ക് എല്ലാത്തിനും നമ്മളെടുത്ത് ഇപ്പോൾ ഇത് അവിടെ വെച്ചോട്ടെ, ഈ ബാഗ് അവിടെ വെച്ചോട്ടെ, ഇത് അവിടെ വെക്കാട്ടോ, അങ്ങനെ ഭയങ്കര എന്താ പറയാ നമ്മളെടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് ആണ് എല്ലാത്തിനും. അത് ഞാൻ കൗച്ച് സർഫിംഗ് എന്നാണ് ഞാൻ അങ്ങനെ കുറേ എന്താ പറയാ മാനേഴ്സ് നമ്മൾ ഇന്ത്യയിൽ പോലും പഠിക്കാത്ത പല മാനേഴ്സും ഞാൻ ഇവരെ കൗച്ച് സർഫിങ്ങിൽ പോയപ്പോൾ ഞാൻ കുറേ സംഭവങ്ങൾ ഞാനിങ്ങനെ അന്ന് വിട്ടു, ഇത് കൊള്ളാലോ, ലൈക്ക് ഇങ്ങനെ ഒരാൾ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇത്രയും ഒരു ഹാർട്ട് വെൽമിങ് ഫീൽ കിട്ടുമല്ലേ എന്നുള്ളൊരു സാധനം, അത് ഭയങ്കര രസമായിരുന്നു. അപ്പം അങ്ങനെ കൗച്ച് സർഫിങ്ങിൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഫിൻലാൻഡ് പോയപ്പോൾ അവിടെ ഒരു ചങ്ങായി അറ്റ് എ ടൈമിൽ 6 ആൾക്കാർ ഹോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവർ നമ്മളെല്ലാം ഒരു ഹോസ്റ്റൽ വൈരി, എന്നിട്ട് ഇവർ നമ്മൾ ഈ 3 ആൾക്കാർ 6 ആൾക്കാരും കൂടിയിട്ട് ഇവൻ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഹോം പാർട്ടി നടത്തുന്നുണ്ട്, നമുക്ക് അവിടെ പോവാ പറഞ്ഞ്. എന്നിട്ട് നമ്മളെ ഈ 6 ആൾക്കാരെ അവിടെ കൊണ്ടുപോയി നല്ല ഗ്രില്ല് ചെയ്ത ഫുഡൊക്കെ ഇതാക്കി തന്ന്. അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു കൾച്ചറൽ എക്സ്പീരിയൻസും അവിടുത്തെ ആ ഒരു ഹോംലി ഫീലും അതൊക്കെ നമുക്ക് ആ ഒരു കൗച്ച് സർഫിങ് വഴി ഒരാൾ വഴി ഞങ്ങൾക്ക് കിട്ടി. അപ്പം ഇതാണ് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ യാത്രകളിൽ ആക്ച്വലി നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടും, അതാണ് ഏറ്റവും. പിന്നെ നമ്മൾ തന്നെ കുറേ സംഭവങ്ങൾ ലോകം ഇങ്ങനെയാണല്ലേ, ഇതിപ്പോൾ മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മാതിരി ഈ പൊട്ടക്കിണറ്റിലുള്ളത് അവൾക്ക് അറിയില്ലല്ലോ പുറത്തെന്താന്നുള്ളത്. അപ്പോൾ യാത്രകളിൽ അങ്ങനെ എനിക്ക് ഭയങ്കര എന്താ പറയുക കുറേ സംഭവങ്ങൾ പാഠങ്ങൾ കിട്ടി, കുറേ അറിവുകൾ, കുറേ മനുഷ്യന്മാർ. എനിക്കിപ്പോൾ ഏത് രാജ്യത്ത് ലോകത്ത് എവിടെ പോയാലും ഞാൻ പോകാത്ത രാജ്യങ്ങൾ പോലും എനിക്ക് പോയാൽ എനിക്ക് അവിടെ ആൾക്കാരുണ്ട്. കാരണം ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ അർജൻറ്റീനക്കാരനോ അല്ലെങ്കിൽ ഒരു ബ്രസീലുകാരനോ അങ്ങനെ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെടും. അവരെന്നിട്ട് എന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു അർജൻറ്റീനക്കാരന് അവനടുത്ത് മെസ്സേജ് അയക്കുക, അപ്പോൾ അവനെ വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു നൈസ് ഫീലിംഗ് ആണ് നമ്മൾ ലോകത്ത് എവിടെ പോയാൽ നമുക്ക് ഒരാളുണ്ട് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി എന്താ വെച്ചാൽ ഈ യാത്രകളും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ മെൻറ്റാലിറ്റി എന്ന് വെച്ചിട്ട് അത് ആ ഒരു സ്പെസിഫിക് ആളെ വെച്ചിട്ട് നമ്മൾ മൊത്തത്തിൽ ആ രാജ്യം അത്ര അടിപൊളിയാണ് ആളുകളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല പറഞ്ഞ പോലെ. അതെ, അതെനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത എവിടെ അറിയോ, ഞാൻ ഹംഗറി പോയപ്പോൾ ഹംഗറിയിലുള്ള ആൾക്കാർ പറഞ്ഞു സെർബിയ പോകണ്ട, സെർബിയയിലുള്ള ആൾക്കാരെല്ലാം സീനാണ്, അവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര വെടുക്കാണ് എന്ന്. സെർബിയ പോയപ്പോൾ ഹംഗറിയിലെ ആൾക്കാരെക്കാട്ട് തന്നെ കിട്ടില്ലോ സെർബിയയിലുള്ള ആൾക്കാർ. പിന്നെ എൻ്റെ അടുത്ത് പറയാം കൊസോവോ പോകണ്ട, കൊസോവോ ഭയങ്കര സീനായിട്ടുള്ള ആൾക്കാരാണ്, സീൻ രാജ്യമാണ്. ഞാൻ എന്നിട്ട് എക്സ്പീരിയൻസ് നമ്മൾ ഫീൽ ചെയ്തു നമ്മൾ സമയത്ത് അല്ലേ. അതെ, അപ്പോൾ പൊതുവെ അറിയാം നമ്മുടെ ബോസ്നിയ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ബോസ്നിയൻസിനെ പറ്റി, ഗാങ്സ്റ്റേഴ്സ് അങ്ങനത്തെ ഒരു ഇമേജാണ്. നമ്മളുടെ അൽബേനിയ മെയിൻ ആൽബേനിയ കേട്ടോ. അതായത് ഈ ഫ്രാൻസിലെ കുറെ ഗാങ്സ് ഉണ്ടല്ലോ ആൽബേനിയൻസ്. അപ്പോൾ ആൽബേനിയൻസ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ടെറർ ഞങ്ങൾ റോഡ് ട്രിപ്പ് പോയിന്, ഒരു 9 ദിവസത്തെ റോഡ് ട്രിപ്പ്. അന്ന് ഞങ്ങൾ ബോസ്നിയയിലെത്തി. ഞങ്ങൾ വണ്ടീൻ്റെ ഓണറിനോട് പറയും ഞങ്ങൾ ആൽബേനിയയും സെർബിയയും വഴി തിരിച്ച് കൊസോവോ വഴി തിരിച്ചു വരെ പറഞ്ഞപ്പോൾ പറഞ്ഞു നോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, അതായത് പോകണ്ടെന്ന് തന്നെ പറഞ്ഞേ. അതെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ഒരു റൂട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വണ്ടി റെൻ്റ് എടുത്തത് 10 പേർക്കുള്ള ഒരു വാൻ എടുത്തത്. എന്നിട്ട് നമ്മൾ ഈ ഇവിടെ ബോസ്നിയ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു പ്ലാൻ ചേഞ്ച് ചെയ്യാം, നമുക്ക് അർമേനിയ വഴി വിട്ടാലോ, അൽബേനിയ വഴി ഇങ്ങനെ തിരിച്ച് കൊസോവോ, മോണ്ടെനേഗ്രോ മൊണേഗാൾ എത്തിയിരുന്നു. അപ്പോൾ തിരിച്ച് ആ റൂട്ടിന് വരണം, തിരിച്ച് ക്രൊയേഷ്യ വഴി വരണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ മൂപ്പർ വിളിച്ചു, മൂപ്പർ പറഞ്ഞു എനിക്ക് അത്ര ഇതില്ല, നിങ്ങൾ അതിൽ പോകേണ്ട, ഭയങ്കര ഡേഞ്ചറാണ്, അങ്ങനെ തിരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത റൂട്ടിൽ നിന്ന് തിരിച്ച് പോകുന്നത്. അപ്പോൾ അതൊരു അവിടെ പോകണം എന്നുള്ളത് ഇപ്പോഴും ഒരു ആഗ്രഹമാണ്. അതെ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ ഇപ്പൊ മോണ്ടെനേഗ്രോ വഴി പോണം കൊസോവോ, കാരണം സെർബിയ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല കൊസോവോനെ ഒരു രാജ്യമായിട്ട്. അപ്പൊ ഞാൻ മോണ്ടെനേഗ്രോ വഴി കൊസോവോ പോയപ്പം കൊസോവോയിലുള്ള ആൾക്കാർ, ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഹോസ്പിറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്ത് കൊസോവോയിലുള്ള ആൾക്കാരാണ്. എന്തൊരു സ്നേഹം അറിയോ അവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എന്താ പറയുക അപ്പാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ പറയുന്ന കാര്യമോ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും സംഭവം ജഡ്ജ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം ജഡ്ജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര പക്ഷേ അവിടുന്ന് പിന്നെ ഞാൻ അതുവഴി നേരെ ഫ്ലൈറ്റിലാണ് പോയത്. അത് റോഡ് ട്രിപ്പായിരുന്നു. ആ ഒരു ട്രിപ്പ് അത്
എൻ്റെ കൂടെ ഒരു കാനേഡിയൻ കപ്പിളുണ്ട്. എന്ന് വെച്ചാൽ നാട്ടിൽ അവർ മലയാളീസാണ്. അവർ പക്ഷെ കാനഡയിൽ നിന്ന് നേരെ വന്നതാണ്. അപ്പോൾ അവർ നേരെ സൗദി അറേബ്യയിൽ നിന്ന് ഓർക്ക് ഫ്ലൈറ്റ് മിസ്സായിട്ട് ഓരൊരു അപ്രതീക്ഷിതമായിട്ട് ഓര് ഹംഗറിയിൽ എത്തേണ്ട വന്ന്. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഓറ്. സിലു സാബിത്ത് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മളിവിടെ ഉണ്ട്, ഒരു കാറൊക്കെ റെൻ്റിൻ്റെ അടുത്തിന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ സെർബിയയിലുണ്ടല്ലോ, ഒന്ന് ഇങ്ങോട്ട് പോര് പറഞ്ഞു. ഓരൊരു മൂഡിന് വെറുതെ സെർബിയ പിടിച്ചപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഫുൾ പ്ലാൻ ചെയ്തു തരാം, നിങ്ങൾ എവിടെയാ വെച്ചാൽ നിങ്ങൾ കാറിന് ഫ്യൂൽ അടിച്ചോ, നിങ്ങൾ എന്താ വെച്ചോ ചെയ്തോ, ഞാൻ ഫുൾ പ്ലാൻ ചെയ്തതാ. അതിനാ നൈസായി സർവേക്ക് വിളിച്ചല്ലേ. അതെ. അല്ല ഇവിടെ എന്തായോ ഉപ്പ പറഞ്ഞ പോലെ തന്നെ ഈ 10 യൂറോയുടെ ടിക്കറ്റ് അതൊക്കെ ഉള്ളത് തന്നെയാണ്. അതായത് 10 യൂറോ എന്ന് പറഞ്ഞാൽ ഇന്ത്യ റുപ്പിയിൽ ഇപ്പോൾ എത്ര വരും? ഒരു 50-1000 റുപ്യ വരുള്ളൂ. 1000 റുപ്യക്ക് ടിക്കറ്റ് റൈനയറിൽ ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈനയറിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. 10 യൂറോക്ക് ഇങ്ങനെ ബുക്ക് ചെയ്ത് പോകും. അതൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ കുറച്ചുകൂടി ട്രാവൽ നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ചീപ്പാണ്. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ അന്നിപ്പോൾ ഫാരിസ് പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരും പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി അന്ന് പോയത് ഏകദേശം 9 days ട്രിപ്പിന് ഞങ്ങളൊരു വാന്, അതായത് ഒരു 9 സീറ്റർ വണ്ടി, 9 സീറ്റർ അത്ര വലിയ വണ്ടി എടുത്ത് അത്രയും ഏകദേശം 5000 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് ലാസ്റ്റ് വണ്ടി കൊടുക്കുമ്പോൾ 5000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് അത്രയും ഫ്യൂവൽ അടിച്ച് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് പോലും ഞങ്ങൾക്ക് പെർ ഹെഡ് ഒരു 30,000 ആണ് ആയിട്ടുള്ളത്. 30,000 അത് റോഡ് ട്രിപ്പ് ആയിട്ട് 10 ദിവസം ഈ 9-10 ദിവസത്തെ സ്റ്റേയും ഫുഡും എല്ലാം ഇൻക്ലൂഡ്. അപ്പോൾ പെർ ഡേ എത്ര വന്നിട്ടുള്ളൂ? പെർ ഡേ ഒരു 3000 റുപ്യ വന്നിട്ടുള്ളൂ. അതെ. 3000 റുപ്യയിൽ ഈ കണ്ട നമ്മൾ പോയ ട്രിപ്പുകൾ, പോയ സ്ഥലങ്ങൾ, പിന്നെ ചില നമ്മൾ ചിലപ്പോൾ ബോട്ടിംഗ് റൈഡ് എടുത്തു, അങ്ങനെ ചില ടിക്കറ്റുകൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ടോളുകൾ ഇൻക്ലൂഡഡ് ആണ്, ഫ്യൂവൽ ചാർജ് ഇൻക്ലൂഡഡ് ആണ്, വണ്ടിൻ്റെ റെന്റ് ഇൻക്ലൂഡഡ് ആണ്, 3 ഫൈൻ ഇൻക്ലൂഡഡ് ആണ്. ഫൈൻ ഇൻക്ലൂഡഡ്. ഇപ്പൊ കറന്റ് വന്നു, ഇനി വരാനുണ്ട്. ഇനി വരാനുണ്ടോ? ഞങ്ങൾ തിരിച്ചെത്തി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫൈൻ ഇങ്ങനെ വന്നോണ്ട് ആരൊക്കെ ഞങ്ങൾ 9 ആൾക്കാർ മാറിയാണല്ലോ ഓടിക്കണത്. ഓരോ സ്ഥലത്ത് അറിയില്ല. ഓസ്ട്രേലിയ ഒരു ഫൈന്. ചില സ്ഥലത്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഉറങ്ങും, കുറച്ച് ആൾക്കാർ വണ്ടി എടുക്കും. അപ്പോൾ ചിലപ്പോൾ രാത്രി കുറച്ച് അങ്ങോട്ടൊക്കെ പോവും, ചില സ്ഥലത്ത് ഉറങ്ങും. അപ്പോൾ എവിടേക്ക് ഫൈൻ വന്നത് കറക്റ്റ് അറിയില്ല. നമ്മൾ ടിക്കറ്റ് വന്നപ്പോൾ ഇന്ന ഡേറ്റ് നോക്കിയിട്ട് ഓക്കെ ഇതിപ്പോൾ ആരാ ഓടിച്ച് നമുക്ക് തന്നെ അറിയില്ല, ആരൊക്കെ ഉറങ്ങി ആരൊക്കെ ഓടിച്ചത്. കാരണം 10 പേരുണ്ടേ. അപ്പോൾ അല്ല, ആരും അടിച്ചാലും ഫൈനുകൾ കൊടുക്കുകയാണ്. അത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഡിവിജ്വലി ട്രാവൽ ചെയ്യുമ്പോൾ പോലും ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാമല്ലോ. ഓപ്ഷൻസ് ഉണ്ട്. നാട്ടിൽ 30,000 റുപ്യക്ക് പറ്റും. 30 ആ റേഞ്ചിലാവും. എത്ര ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അത് ഉറപ്പിക്കും മണാലി അത്രയൊന്നും ആവില്ല. പക്ഷേ ഇതും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും നല്ല അടിപൊളി ഫുഡ് വേണം, റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിക്കണം. അതുപോലെ തന്നെ താമസിക്കുമ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡ് വേണം, നല്ല അടിപൊളിയായിട്ട് കിടക്കണം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിൽ നടക്കൂല. അപ്പൊ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക പറഞ്ഞാലും ഭക്ഷണം നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് കഴിച്ചു ചെയ്തത് കുറെ നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചിരുന്നു. പക്ഷേ നമ്മള് വിശന്നാണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ പൈസ സേവ് ചെയ്യാൻ വേണ്ടി പിടിച്ചു നിന്നിട്ടില്ല, കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ വാന ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്ക് അധികം പുറത്തുനിന്ന് കഴിക്കണ്ട, നമ്മൾ കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ എത്തുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമിലെ സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഓരോ ബിസ്ക്കറ്റും കാര്യങ്ങളും ഇങ്ങനെ മേടിക്കും. പിന്നെ ബ്രെഡിൽ ന്യൂട്ടലൊക്കെ വെറൈറ്റി അതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അല്ലാതെ എല്ലാ ദിവസവും നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ലാറ്റ്വിയ ഒരു ഇച്ചയ്ക്കും പ്ലാൻ ചെയ്തു. ഇച്ചയ്ക്ക് എന്ന് വെച്ചാൽ എത്ര ബഡ്ജറ്റ് കുറച്ച് ഞങ്ങൾക്ക് യാത്ര ഫുൾ എല്ലാ യൂറോപ്പിലെ രാജ്യങ്ങളും കറങ്ങാൻ പറ്റും എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ലാറ്റ്വിയ തുടങ്ങി ബസ് എടുത്ത് ഫ്ലിക്സ് ബസ് എടുത്ത് നേരെ വിൽനസ് പോയി. കാരണം ലാറ്റ്വിയ ഞാൻ നിൽക്കുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തോട്ടെ എന്നുള്ള മൂഡിൽ ഞാൻ വിൽനസ് പോയിട്ട് അവിടെ നിന്നാണ് ഹിച്ച് ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തത്. ഹിച്ച് ഹൈക്കിങ് തുടങ്ങി കുറച്ച് രാജ്യങ്ങളായിട്ട് ഇതാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തത് എന്താ വെച്ചാൽ ആ അടുത്ത സിറ്റി, അവിടെ നിന്ന് അടുത്ത സിറ്റി, ഇപ്പോൾ പോളണ്ട് നമ്മളിപ്പോൾ വാർസോന്ന് ക്രാക്കോ എന്നൊക്കെ പറയുന്ന മാതിരി അങ്ങനെ സിറ്റീസ് കൊടുത്ത് നമ്മൾ മരിയംപോൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മരിയംപോൾ എത്തിയപ്പോൾ നമ്മൾ വല്ലാണ്ട് കണ്ടുപെട്ടുപോയി. 7 മണിക്കൂറാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്തത്. ഒരു റോഡിൽ ഈ ഹിച്ച് വിക്കി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് എല്ലാവരും അറിയേണ്ട ഒരു സംഭവമാണ്. ഒരു ഹിച്ച് വിക്കി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പം അതിൽ നമ്മൾ ഹിച്ച് ഹൈക്ക് ചെയ്യുമ്പോൾ ഏത് പോയിന്റിൽ നിൽക്കണം, എവിടെ നമ്മൾ കറക്റ്റ് സ്പോട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി നിന്നാൽ അവിടുന്ന് ഈസിയാണ് കിട്ടാനെന്ന് പറയും. ഒരു സിറ്റിന്റെ ബോർഡറിന് മറ്റേ സിറ്റിക്ക് അതെ, വിക്കിപീഡിയ മാതിരിയാണ്. ഹിച്ച് ഹൈക്കേഴ്സിന്റെ വിക്കിപീഡിയ ആണ് ഈ ഹിച്ച് വിക്കി എന്ന് പറയുന്നത്. അതിൽ പിന്നെ നമുക്ക് എവിടെ ഫ്രീ ആയിട്ട് കടന്നുറങ്ങാം, ഒരു ടെൻറ്റ് പിച്ച് ചെയ്യാം, എവിടെ സ്ലീപ്പിംഗ് ബാഗ് വെച്ച് ഇതാക്കാം, ഇതൊക്കെ പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മൾ ആ സിറ്റി അടിച്ചു കൊടുത്താൽ മതി. മരിയംപോൾ എന്ന് അടിച്ചാൽ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക അല്ല പറയാം. അങ്ങനെ അവിടെ പോയി നിന്ന് 7 മണിക്കൂർ നിന്ന് ആരും നിർത്തി തരുന്നില്ല. കാരണം അടുത്ത നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ വാർസോവാ.
രാജ്യം അതുവരെ നമുക്ക് കിട്ടി. പക്ഷെ വാർസോയിലേക്ക് എത്താൻ നമുക്ക് പോളണ്ട് രാജ്യം കടക്കാൻ നമ്മൾ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല, ആരും നിർത്തി ഒരു ഇന്ത്യനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണോ? അതുകൊണ്ടല്ല. ഇതിപ്പോ നീ ആയിട്ട് പോകുമ്പോൾ തന്നെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിപ്പോ ഒരാള് വലിയ ബാഗും എല്ലാം എടുത്തിട്ട് അവിടെ ലിഫ്റ്റ്, ചിലപ്പോൾ അയാളെടുത്ത് കാർഡോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പം അഥവാ ബോർഡർ പോലീസ് പിടിച്ചാൽ നമ്മൾ അടക്കം കടത്താൻ അല്ല, ബാക്കിയുള്ളടത്തൊന്നും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇവര്? എനിക്ക് ഫീൽ ചെയ്തിനോന്ന് ചോദിച്ചാൽ ഫീൽ ചെയ്തിന്. പക്ഷെ ഞാൻ പിന്നീട് ആലോചിക്കുമ്പോൾ ശരിയാണ്, അവരുടെ അല്ല, അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കാണെങ്കിലും ചില ഒരു മടി തോന്നും ഒരാളെ അപ്പൊ കാണുമ്പോൾ. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മള് ബോർഡർ വരെ എത്തിച്ചാൽ മതി പറഞ്ഞു ഒരു നിർത്തി തന്നെ. ഞാൻ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായി സിത്താര പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നിൽക്കൂല ഹിച്ച് ഹൈക്കിങ്ങിന്, പെണ്ണുങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് നിർത്തുന്നു. ഞാൻ മാറി നിൽക്കും, ഞാൻ അവിടെ ഒളിച്ചു നിൽക്കും. എന്നിട്ട് ഇവളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി, ഓളെല്ലാം ബാഗെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടായിരിക്കും പറയാം, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. പുറത്താക്കണ സെറ്റപ്പ് ഉണ്ടോ? അപ്പൊ പിന്നെ ഇങ്ങനെ പുറത്താക്കുക, കാരണം ബാഗെല്ലാം ഉള്ളിലായി. അയാളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്ത്. ബാഗ് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ ഇവളെ മാത്രം കണ്ടുകൊണ്ടാ കയറ്റിയെന്നുള്ളത്. അല്ല, ഇവിടെ ഇതേപോലെ ബ്ലാബ്ല എന്ന് പറഞ്ഞ ഓപ്ഷൻ കേട്ടിട്ടുണ്ടെന്ന് BlaBlaCar. കാറുണ്ട്. അതെ. നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു കാറിൽ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്ലാബ്ല കാറിൽ ഇടാം. അതേപോലെ അതിൽ വേറെ ആൾക്കാർ ഇട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് വേറെ സിറ്റിക്ക് പോകണമെങ്കിൽ നമ്മൾ അതിൽ കയറി നമുക്ക് ഫ്യൂൽ ചാർജ് അവരുടെ അടുത്ത് നിന്ന്, പക്ഷെ അധികം ആൾക്കാർ ഫ്യൂൽ ചാർജ് മാത്രമേ വാങ്ങൂ. അതെ, ചെറിയ പൈസ. ഇപ്പോൾ ബസ്സിനൊക്കെ പോകുന്നതിൻ്റെ ഒരു 60% അല്ലെങ്കിൽ 30%, അല്ല 60 to 50% ഫ്രാൻസിലൊക്കെയാണ് അത് മെയിൻ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ് അവിടെയൊക്കെ ഫുൾ ഇത് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ആൾക്കാർ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ കാറിൽ. അപ്പോൾ കൂടെ ഒരാളുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ കാർ കൊണ്ട് പോകുമ്പോൾ ഒരു ആപ്പിലിടും, നമുക്ക് ഓരോ കൂടെ കാറിൽ കയറി പോവാം. പിന്നെ യൂറോപ്പിലേക്കൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ടെൻ്റ് അടിക്കാൻ, വണ്ടി നിർത്താൻ, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സ്പെസിഫിക് സ്പോട്സ് ഉണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ അടുത്ത മാതിരി നിർത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം റൂം എടുക്കുന്നതിൻ്റെ 10 ഇരട്ടി പൈസ ഫൈൻ കൊടുക്കേണ്ടി ഫൈൻ അടിച്ച് കിട്ടും എവിടെയും പോയിട്ട്. അതെന്താ പറയുക, ഇത് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഹിച്ച് വിക്കി ഉണ്ട്, അതേപോലെ തന്നെ റോഡ് സർഫേസ് പറഞ്ഞ വേറെ ആപ്പ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആപ്പുകളുണ്ട്. ChatGPT അടിച്ചെടുത്താൽ തന്നെ കിട്ടും. ഈ ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് ഈസി ആയിട്ട് കാണാൻ പറ്റും എവിടെയൊക്കെയാണ് നമുക്ക് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുക, എവിടെയൊക്കെ ക്യാമ്പ് ചെയ്യുക, എവിടെയൊക്കെ ഫയർ പാടില്ല, എവിടെയൊക്കെ ഫയർ പറ്റും. അപ്പോൾ ആ ടൂൾസ് യൂസ് ചെയ്യാൻ അറിഞ്ഞിട്ട് അതേമാതിരി ഒരു ട്രസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ ഇൻട്രസ്റ്റ് എന്താ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ആൾക്കാർ ഉണ്ടാവുക. ഇപ്പം ഞാനിപ്പോൾ ഒരു ഹിച്ച് ഹൈക്കിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ. ഇപ്പം ഹിച്ച് ഹൈക്കേഴ്സിനായിട്ടൊരു ഇതുണ്ടാവും, ഒരു ഗ്രൂപ്പ്. സോഷ്യൽ മീഡിയ അപ്പോൾ ആ സോഷ്യൽ മീഡിയ ഒന്നും ജസ്റ്റ് ഗ്രൂപ്പ് മാത്രം അല്ല, അതിൽ ഇങ്ങനെ നമുക്ക് ഓരോ ഇൻട്രസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിൽ ഹിച്ച് ഹൈക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അധികം കുറേ ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അത് കൊടുത്താൽ അവർ എവിടെയാണ് ഉള്ളതെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നോക്കിയിട്ട് അവർക്ക് മെസ്സേജ് അയക്കാം, നമുക്ക് ഞാനൊരു ഹിച്ച് ഹൈക്കറാണ്, ഞാൻ ഇത്രയൊക്കെ രാജ്യങ്ങൾ ഹിച്ച് ഹൈക്ക് ചെയ്തതിന്, അല്ലെങ്കിൽ സൈക്കിളിസ്റ്റ്, അല്ലെങ്കിൽ യോഗ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ജിം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ പല ഇൻട്രസ്റ്റിലുള്ള ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി, ഒരു ആപ്പ്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കാരണം അതിൽ എനിക്ക് കുറേ ആൾക്കാർ അങ്ങനെ ഹിച്ച് ഹൈക്കർ ആയതുകൊണ്ട് എന്നെ കുറേ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈവൻ ഇൻ വാർസോ എന്നെ ഒരു ഹിച്ച് ഹൈക്കർ, ഒരു 150 രാജ്യം ട്രാവൽ ചെയ്തൊരു മഗ്ദ എന്ന് പറഞ്ഞൊരു ഹിച്ച് ഹൈക്കർ എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ ഒരു 10 പൂച്ചാറ്റുണ്ട്. വീട് ഫുൾ പൂച്ച രോമം, കടന്നെടുത്ത് എണീച്ച് നോക്കുമ്പോൾ ഫുൾ പൂച്ച രോമങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും വരും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലായിടത്തും അടിപൊളിയായിട്ട് കടക്കാൻ പറ്റണമെന്നൊന്നുമില്ല. എന്നൊക്കെ ഉറങ്ങുന്നിടത്ത് ആ പൂച്ച വന്ന് ഇടങ്ങാറാക്കുക. പിന്നെ ഭയങ്കര സീനായിരുന്നു. ഞാനവിടെ എങ്ങനെ ഒന്ന് കടന്നുറങ്ങി എണീച്ചെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും കൗച്ച് സർഫിങ് ഒരിക്കലും ഒരു എന്താ പറയുക ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു സാധനമല്ല. നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കണം, നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ പോകണം. അങ്ങനെ കുറേ ഇതുണ്ട്. നമ്മൾ നമ്മൾ ഹോസ്റ്റ് ചെയ്യാന്ന് ഇതാക്കുന്ന ആളെടുത്ത് നമ്മൾ പുലർത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊരിക്കലും നിങ്ങൾ അടിച്ച് പൊളിച്ച് ചില്ല് ചെയ്യാൻ വരുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും കൗച്ച് സർഫിങ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വേറൊരാൾക്കും ഇടങ്ങാറാവരുത്, ഓരോ പ്രൈവസി കൂടി. അതെ. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ ആ ഒരു രീതിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും വിചാരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് യാത്രകൾ പോകാൻ ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് നല്ല പൈസ വേണ്ട ഒരു സംഭവമാണ് യാത്ര എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളതിനനുസരിച്ച് നമ്മൾ സ്ഥലങ്ങൾ കാണലോ, അത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടലോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കലോ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവാണ് വരിക. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ മെയിനായിട്ട് നമ്മളെ ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല സ്ഥലങ്ങളിലും പല കൾച്ചറുള്ള സ്ഥലത്തൊക്കെ എത്തും. അപ്പോൾ നമ്മൾ അവിടുത്തെ ആളുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്യാനും ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, അവിടെ നമ്മൾ മര്യാദയിൽ നല്ല രീതിയിൽ പോകുക എന്നുള്ളതായിരിക്കണം നമ്മൾ ഉദ്ദേശം. ഇപ്പോൾ നമ്മളൊക്കെ പല വീഡിയോസും കാണുന്നതാണ്,
പിന്നെ ഫോറിനേഴ്സിനൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് നമ്മളെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുക, എന്നിട്ട് ഓരോക്കെ പരിഹസിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവെ ചെയ്യാതിരിക്കുക. നമ്മൾ തെറ്റാണെന്ന് നമുക്ക് അറിയാം, പക്ഷെ എന്നാലും നമ്മളൊരു കുറച്ച് നേരത്തിലുള്ള എന്താ പറയുക, കാരണം അടുത്ത ആളായിരിക്കും അത് ബാധിക്കുന്നത്. വേറൊരു ഇന്ത്യക്കാരന് പോകുമ്പോൾ അതേ കണ്ണുകൊണ്ട് നമ്മളെ കാണും. അതെ മൊത്തം പിന്നെ ഇന്ത്യക്കാർക്ക് ഒരു trash. ഉണ്ടാവുന്ന ഒരു അവസ്ഥ ആവും. ഇവിടെ ഇപ്പൊ ഈവൺ ഇൻ വാർസോ ഇപ്പൊ അടുത്ത് ഒരു ഇന്ത്യന്റെ പരിപാടി നടന്നിട്ടുണ്ട്, ഇന്ത്യൻസിന്റെ. അതെ. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ഇവർ എല്ലായിടത്തും അങ്ങോട്ട് ട്രാഷ് ഇട്ടിന്. എല്ലായിടത്തും എവിടെ നോക്കിയാലും അവിടെ കുറെ ട്രാഷ് ക്യാൻ ഉണ്ട്, എന്നിട്ടും സ്റ്റിൽ അവരെല്ലാം നിലത്തിട്ടിന്, ടേബിൾ മേലെ അങ്ങനെ വെച്ചിട്ട് പോയിന്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഷോക്കേസ് ചെയ്യല്ലേ, നമ്മൾ കൾച്ചർലെസ് ആണ് എന്നുള്ളത്, കൾച്ചറല്ല നമ്മളടുത്ത് കാണാനുള്ളത് എന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഇന്ത്യക്കാരുടെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനൊരു ഇന്ത്യനാണ് എന്നുള്ളത് നമ്മൾ ആക്ച്വലി നമ്മൾ പ്രൗഡായിട്ട് പറയണമെങ്കിൽ അത് നമ്മൾ ഇത് പ്രവൃത്തി കൊണ്ടായിരിക്കണം അത് നമ്മൾ പറയേണ്ടി വരാം. അപ്പോൾ അതെനിക്ക് ആകെ ഫീൽ ചെയ്തു. ഇന്ത്യൻസ് കുറേ ആൾക്കാർ ട്രാഷ് അങ്ങനെ ഈവൺ ഇപ്പോൾ ഫാരിസ് ഇപ്പോൾ നാട്ടിൽ പോയി എന്ന് വെച്ചോ, നാട്ടിൽ പോയി ഒരാഴ്ച 2 ആഴ്ച ഈ കറക്റ്റ് ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് എല്ലാം നോക്കി കൊണ്ടുപോയിട്ട് വിടും. ഇങ്ങനെ 2 ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പം എല്ലാവരും ഇടുന്ന പോലെ ആവും. അതാണ് നമ്മളെ നാട്ടിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അത് ബാക്കിയുള്ള രാജ്യങ്ങൾ ശരിക്കും ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്നുണ്ട് അല്ലേ. അതെ. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പല സ്ഥലങ്ങൾ, ഇപ്പം നമ്മൾ ഒരുപാട് പിന്നെ മലകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഹൈക്കിങ്ങിന് ഇതിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വെള്ളവും പിന്നെ സ്നാക്സിൻ്റെ ചിപ്സ്, ബിസ്ക്കറ്റ്, അങ്ങനത്തെ പല ജാതി സാധനങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഹൈക്കിന് മേലെ പോവുക. അവിടെ ഇരുന്ന് നമ്മൾ മിച്ചറുകളൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇട്ടങ്ങോട്ട് പോകും. ഇപ്പം നമ്മൾ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വേസ്റ്റുകളൊക്കെ അവിടെ ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും മാക്സിമം ഇവിടെ ശരിയാക്കിയിരിക്കുക. കണ്ടു കാര്യം പറയും. ഇപ്പോൾ നമ്മൾ ഈ താക്കോപ്പാനെ ഇപ്പോൾ ട്രക്കിനൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ ഇതുപോലെ കഴിച്ച സാധനങ്ങൾ അവരുടെ തന്നെ ബാഗിൽ ഒരു കവറിലാക്കിയിട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ വരുന്നതാണ്. ഇഷ്ടംപോലെ ചിലപ്പോൾ ഈ പിന്നെ വിൻ്റർ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മെയിൻ പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് അതിനായിട്ട് വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട് അവിടെ, പിന്നെ സാക്കോപ്പാനെ ഇത് ഹൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവരൊക്കെ പിന്നെ ഒരുപാട് നല്ല പിന്നെ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കൾച്ചറുള്ള ആൾക്കാർ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ള ആളുകളെ, നമ്മളെ രാജ്യത്തുള്ള മറ്റുള്ള ആളുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു ബോധം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. അതെ, മെയിനായിട്ട് ഇപ്പം ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെ മിരിയായിക്കൊരു ബാസ്ക്കറ്റ് ഇല്ലല്ലോ, വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലല്ലോ, അതുകൊണ്ടല്ലേന്ന്. ഞാനൊക്കെ നാട്ടിൽ പോയാൽ എൻ്റെ കീശ ഫുള്ളൊരു ബാസ്ക്കറ്റ് ആയിരിക്കും, വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിരിക്കും. അതെല്ലാം എൻ്റെ കീശയിലിട്ടിട്ട് വീട്ടിൽ പോയിട്ട് എല്ലാം ഇതാക്കും. ഉമ്മ എന്നെ കളിയാക്കാറുണ്ട് പലപ്പോഴും, ഇതെന്തെന്ന് എല്ലാം നീ ഇങ്ങനെ ഇതിൽ കൊണ്ടുപോയിട്ട് ഇടുന്നതെന്നുള്ളത്, എനിക്ക് അവിടെ എവിടെയെങ്കിലും കളഞ്ഞാൽ പോരെ എന്നുള്ളത്. ഞാൻ ഒരു പീടികയിൽ ഒരു വെള്ളം കുടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അയാളുടെ അടുത്ത് എവിടെ കളയണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എൻ്റെ കൈമന്ന് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആയിട്ട് എവിടെയെങ്കിലും ഇടാനാണ്. അത് നേരെ ഒറ്റ അറിയില്ല കിട്ടി, ഇത് എനിക്ക് ചെയ്താൽ പോരെ എന്നാൽ. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നമ്മൾ ബാക്കിയുള്ള രാജ്യത്തു നിന്ന് പഠിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈസ്റ്ററിങ് കൾച്ചറാണല്ലേ. അതെ, അത് മാറ്റിയാൽ തന്നെ ഇന്ത്യക്കാർ സൂപ്പറാവും. എനിക്ക് പിന്നെ ട്രാവൽ ചെയ്തപ്പോൾ ചെയ്തിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്താ തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ സ്കീയിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോണ്ടനെഗ്രോ പോയ സമയത്ത് ഒരു അടിപൊളി ബോട്ട് റൈഡ്, നല്ലൊരു സംഭവം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ സ്കൂബ ഡൈവിങ്, സർഫിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അതിലെന്തെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ടോ? എൻ്റെ മോനെ, ബാലിയിലെ ATV റൈഡ് ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം. അതെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ഒരു ഇത് തന്നെയാണ് ഒരു ബാലി എന്ന് പറയുന്നത്. ഒരു മിനി കേരളം, അല്ലെങ്കിൽ കേരളത്തിന് ഒരു മിനി ബാലി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഒരു വാഴയൊക്കെ ഉള്ള ഒരു സാധനത്തിൽ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ തണ്ടൊക്കെ അങ്ങോട്ട് പൊളിച്ച് ഒരു ചെറിയൊരു നാരോ പാത്തൊക്കെ ഉണ്ടാക്കി അതിലിങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുക, വെള്ളം ഉണ്ടാവും, വെള്ളം വീഴുണ്ടാവും അതിൻ്റെ ഇടക്ക്. വണ്ടി ഓടിക്കുക ATV അങ്ങനെ ഓടിക്കുക. പക്ഷെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ നമ്മൾ ഫുള്ള് നനയും. നമ്മൾ വെള്ളത്തിൻ്റെ അതിലോട്ട് പൂവുണ്ടാവും, വാട്ടർഫോളിൻ്റെ അതിലോട്ട് പൂവുണ്ടാവും, റിവറിലൊക്കെ പൂവുണ്ടാവും. വയനാടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാധനം. അങ്ങനത്തെ ഒരു ട്രാക്ക് ക്രിയേറ്റ് അതങ്ങനെ ചെയ്ത് ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യും, ഒരു റൂട്ട്. ആ റൂട്ടിൽ നമ്മളൊരു ഗൈഡ് ഉണ്ടാവും മുമ്പിൽ, ഓനിങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ അങ്ങനെ പോവാം. പക്ഷെ ഞാൻ ഗൈഡിൻ്റെ കൂടെ പോയിട്ടില്ല, ഞാൻ വേറെ തന്നെ ഒരു റൂട്ട് പിടിച്ച് പോയി. പക്ഷെ അത് ഭയങ്കര വൺ എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പെൻസീവ് ആണോ അത്? 3000 രൂപയോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ, അത്രേ ആവുള്ളൂ. അതിലും കുറഞ്ഞ നമുക്ക് ഏകദേശം കറക്റ്റ് ഓർമ്മയില്ല, എനിക്കൊന്ന് ഒരു മണിക്കൂർ. കാരണം ഞാൻ അങ്ങനെ തന്നെ പോയത് കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ മണിക്കൂർ കിട്ടി.
ഞാൻ അയാളപ്പുറം പോയിട്ടില്ല, കാരണം അയാൾ ബാക്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഞാൻ വേറെ ഏതോ വൈക്ക് അങ്ങനെ പോയി. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ബാലിയിൽ എന്തായാലും പോയാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഉബുദിൽ. ഉബുദിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. ഉബുദിൽ ഈ ATV റൈഡ് എന്തായാലും ചെയ്യേണ്ട ഒരു സാധനമാണ്. അതേപോലെ തന്നെ ഈ നമ്മളിപ്പോൾ ആൾക്കാർ പറയുന്ന ആ ഒരു മറ്റേ ഈ സ്വിങ്ങൊക്കെ ചെയ്ത് ഇതാക്കിയ അതൊക്കെ എനിക്ക് ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഓക്കെ പക്ഷേ സ്റ്റിൽ ബാലി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ടു ഗോ ഇൻ ലൈക്ക് 2025. അടിപൊളി സ്ഥലമാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരാളായിട്ടും സംസാരിച്ചപ്പോൾ ഓല് പറയണത് ഇതുപോലെ മറൈൻ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് സ്കൂബ ഡൈവും കാര്യങ്ങളൊക്കെ ചെയ്തതിനെ കുറിച്ചിട്ട്. അപ്പോൾ പറയാണ് കടലിലുള്ള മീനുകളല്ല പേടിയാണ്. അതുകൊണ്ട് ഫിലിപ്പീൻസ് പോയപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി ഒരുപാട് നല്ല മീനുകളെ ഒരുപാട് ജീവികളെ കാണാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയ സമയത്ത് അപ്പോൾ അവർക്ക് ഇതേപോലെ എന്താണെന്ന് വെച്ചാൽ ഫിലിപ്പീൻസിലെ ഗവൺമെൻറ്റാണ് തോന്നുന്നുണ്ട് കോറൽ റീഫ്സിനെ എന്താണ് പരിപാലിക്കാൻ വേണ്ടിയിട്ട് സിറ്റിസൺസിൻ്റെ അടുത്ത് എന്തോ കളക്ട് ചെയ്യുന്നു തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തോ ടാക്സ് പോലെ എന്തോ കളക്ട് ചെയ്യുന്നത് അങ്ങനെ പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും പല കാര്യങ്ങളും കൂടുതൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നല്ല രീതിയിൽ ഇതിനെ വൃത്തിക്ക് സൂക്ഷിക്കണം. പല എന്താ പറയുക നാച്ചുറൽ റിസോഴ്സസും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതും പലതുണ്ട്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഈ വെള്ളം അതൊക്കെ വേസ്റ്റ് വാട്ടറൊക്കെ പുഴയിലേക്ക് തോട്ടിലേക്കൊക്കെ ഒഴുക്കി വിടുന്നതിന് പകരം അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതിങ്ങനെ പറഞ്ഞ സമയത്തോട് പറഞ്ഞാണ് ഒരു വിയേർഡ് സാധനമാണ്. എന്താണെന്ന് വെച്ചാൽ മറൈനേഴ്സില്ലേ, നേവി അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരു എബവ് 90% ആൾക്കാരും മെന്നാണ്. അപ്പോൾ അതിൽ തന്നെ ബാക്കിയുള്ള പെർസെൻറ്റേജ് ഈ മാനേജ്മെൻറ്റ് പോലത്തെ ചെറിയ ചെറിയ ഓഫ് ഷോർ ആക്ടിവിറ്റീസിനൊക്കെയാണ് പെണ്ണുങ്ങളുള്ളൂ. അപ്പോൾ ഇവർ റിഗിലേക്കും അങ്ങനെ എന്തെങ്കിലും കടലിലുള്ള ആക്ടിവിറ്റീസിന് പോകാന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ടൈം പീരീഡിന് വേണ്ടിയിട്ടാണ് പോലെ, കുറച്ച് ദിവസത്തേക്കല്ല പോവുക. അപ്പോൾ ഇവർ പോണ സമയത്ത് ഇവരെ സെക്ഷൽ പ്ലഷർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളുണ്ടാവില്ലല്ലോ. അപ്പോൾ പല ആളുകളും ആണുങ്ങൾ തമ്മിൽ തന്നെ ഗ്യാസായി മാറുന്നുണ്ട് എന്നുള്ളൊരു സാധനം ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി റെഡിറ്റിൽ വായിച്ചു. അതേമാതിരി തന്നെ പല ആളുകളും സെക്ഷൽ നീഡ്സ് മറൈൻ ക്രീച്ചേഴ്സിലൂടെ നേടുന്നുണ്ട്, ഡെഡ് ഫിഷസിനും മറ്റു കാര്യങ്ങളൊക്കെ. ശരിയാണോ എത്രത്തോളം എനിക്ക് അറിഞ്ഞിടും, പക്ഷേ അതിലൊക്കെ റെഡിറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അങ്ങനത്തെ റിപ്പോർട്ട്സ് കിട്ടും. അങ്ങനത്തെ ഒരു വേർഡ് സാധനം എനിക്ക് ഈ ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാത്തത് പല ടോപ്പിക്സും പല കാര്യങ്ങളും യാത്രകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഓരോ ലൊക്കാലിറ്റിനെ പറ്റിയിട്ടും ഓരോ പ്രൊഫഷനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് യാത്ര ചെയ്തപ്പോഴായിട്ട് എവിടെയെങ്കിലും കിട്ടിയൊരു സാധനം ഉണ്ടോ പുറത്ത് അത്ര പബ്ലിക്കിൽ ഇല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ എന്നുവെച്ചാൽ കൗച്ച് സർഫിങ് തന്നെയാണ്. കൗച്ച് സർഫിങ്ങിൽ ഞാൻ പാരീസ് പോയിട്ടുണ്ടായി. പാരീസ് പോയപ്പം എൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ പോയത്. ബർത്ത്ഡേക്ക് പോയി ഏകദേശം 12 മണി ശേഷമാണ് ഞാൻ കൗച്ച് സർഫിങ്ങിൻ്റെ ആളെടുത്ത് പോകുന്നത്. ഞാൻ അയാളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞാൻ ലേറ്റ് ആവും എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാ എൻ്റെ ബർത്ത്ഡേക്കും എൻ്റെ ഡ്രീമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട്. ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ അതേപോലെ അയാളുടെ അടുത്ത് പോയപ്പോൾ ആൾ രാത്രി 1 മണിക്ക് ഇങ്ങനെ കേക്കെല്ലാം റെഡിയാക്കി അവിടെ ഇങ്ങനെ വെച്ചിന് വീട്ടിൽ. ഞാൻ പോയപ്പം ഇങ്ങനെ കേക്കെല്ലാം മുറിച്ച് തന്ന്, എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് റൂമൊക്കെ കാണിച്ചു തന്ന്. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാം, ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് അങ്ങോട്ട് തന്നാലോ, താല്പര്യം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തെല്ലോ ആംഗ്യത്തിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പറയാം. അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട, എനിക്ക് താല്പര്യമില്ല, ഐ എം സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പറങ്ങനെ ഇറ്റ്സ് ഓക്കെ. കാരണം ഇവിടെ കൺസെൻറ്റിന് ആൾക്കാർ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു രാജ്യമാണ്. എന്നുവെച്ചാൽ യൂറോപ്പിലെ ഒരാൾ നോ പറഞ്ഞാൽ ഇറ്റ്സ് നോ. അത് എനിക്ക് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കിവിടെ ഏത് കൗച്ച് സർഫിങ്ങിൻ്റെ അടുത്ത് ഏത് ഗേ ആണെങ്കിൽ പോലും എനിക്ക് എന്താ പറയുക, ഐ ഫീൽ സേഫ് ബിക്കോസ് അവർ കൺസെൻറ്റിനെ ഇതാക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എന്നിട്ട് ഈ ചങ്ങായി എന്ത് ചെയ്താൽ അറിയോ, കൗച്ച് സർഫിങ്ങിൽ എനിക്ക് വലിയൊരു ബാഡ് റെഫറൻസ് അങ്ങോട്ട് ഇട്ടാന്ന്. 12 മണിക്ക് ശേഷമാണ് വന്നിട്ട് നേരെ ബാത്റൂം മര്യാദയ്ക്ക് ക്ലീൻ ആക്കിയിട്ടില്ല, ഫ്ലഷ് അടിക്കാണ്ട് പോയിന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ബാത്റൂം പോലും യൂസ് ചെയ്തിട്ടില്ലല്ലോ, ഞാനെങ്ങനെ ഫ്ലഷ് അടിക്കാണ്ട് പോവാ? അഡ്ജസ്റ്റ്മെന്റ് റെഡിയാവുന്നത്
അതെ അപ്പൊ അയാൾക്കത് പറ്റായിട്ട് അയാളിങ്ങനെ ഫുൾ ആ ഒരു അതല്ല ഇവൻ ചിലപ്പോ കൗസർഫി നമ്മൾ മെസ്സേജ് അയക്കും ടെക്സ്റ്റില് അപ്പൊ പറഞ്ഞു എനിക്ക് എന്ത് പ്രശ്നമില്ല ഞാൻ സോഫിയിൽ വന്നു കറന്നില്ല എന്ത് അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണ് വെച്ചിട്ടാവും സോഫന്റെ ഒരു മൂല കിട്ടിയാൽ മതി അവിടെ ഞാൻ കറന്നോളാം. അതറിയോ കുറെ ആൾക്കാരുണ്ട് ഇവിടെ നേച്ചറലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൗച്ച് സർഫിങ്ങിലുള്ള എന്ന് വെച്ചാൽ അവർ അവരുടെ വീട്ടിൽ ഒന്നും ഇടാണ്ടാണ് നടക്കുക. അപ്പൊ നമ്മളും ആ വീട്ടിൽ പോയിട്ട് അങ്ങനെ നടക്കണം എന്ന് പറയും. എന്നിട്ട് ചില ആൾക്കാർ ഞാൻ എല്ലാവരും അക്കൗണ്ട് നോക്കിയിട്ട് എല്ലാം ഞാൻ റിക്വസ്റ്റ് അയക്കാം. അപ്പം ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് അയച്ച് പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ആർ യു ഓക്കെ വിത്ത് വാട്ട് എൻ്റെ പ്രൊഫൈലിൽ കണ്ടത് ഒന്നും ഇടാതെ വീട്ടിൽ നടക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് എന്നാൽ ശരി ബായ് ഞങ്ങൾക്ക് സ്റ്റേ നിങ്ങൾ ഫ്രീ ആയിട്ട് തരാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട പറയും. അപ്പം അങ്ങനെ ഇവിടെ കുറേ വിയേർഡായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ യൂറോപ്പിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഈവൺ ഇപ്പോൾ ഇവിടെ കുറേ എന്താ പറയുക ലൈക്ക് ഈ ഭയങ്കര ആൾക്കാർ ഒന്നും ഇടാണ്ട് ഇതാക്കുന്ന ബീച്ചുകളും അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കുറേ വിയേർഡായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് യൂറോപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഈ ആ ഒരു ടൈപ്പ് സാധനം എവിടെയും സുഖമുള്ള അനുഭവങ്ങൾ. അപ്പോ റെഡിയല്ലാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പോയതിൽ വിയേർഡായിട്ട് ഫീൽ ചെയ്തൊരു രാജ്യം അത് തായ്ലൻഡാണ്. കാരണം അവിടെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് അവിടുത്തെ 90% ഓഫ് ആൾക്കാരും എന്താ പറയുക ലേഡി ബോയ്സ് ആയിരിക്കും. കാരണം ആരെ നോക്കിയാലും എനിക്ക് മനസ്സിലാവില്ല ആര് പെണ്ണ് ആരാണെന്ന്. അത്രയും പെർഫെക്ഷനിലാണ് അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ മുഖവും. പെട്ടെന്ന് നമ്മളിങ്ങനെ കണ്ടിട്ട് ആലോചിക്കും ഇത് കൊള്ളാലോ ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കുമല്ലോ. കാരണം നമ്മൾ ആ ഒരു ഭംഗി കണ്ടിട്ട്. പക്ഷേ അവർ ശരിക്കും ആണായിരിക്കും. പെട്ടെന്ന് സംസാരം തുടങ്ങുമ്പോഴായിരിക്കും അയ്യോ അതാണാണ്. അതെ സത്യം. അവിടെ ഇങ്ങനെ പല ഇതിലും ഇപ്പൊ ക്ലബുകളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പക്ഷെ ഇവരത് ഓണസ്റ്റ് ആയിട്ട് തന്നെ പറയൂലേ, അല്ലാതെ ഇവര് ഒളിച്ചു വെക്കണ ആൾക്കാർ ഒളിച്ചു വെക്കൂല. ഞാൻ ലേഡി ബോയ് ആണ് എന്നുള്ള രീതിക്ക് പറയൂ. പക്ഷെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയില്ല. അതാണ് അവിടുത്തെ ഒരു എനിക്ക് ഭയങ്കര ഇതായ ഒരു കാര്യം. പിന്നെ കുറേ ആൾക്കാർ എന്താ പറയാ അവിടെ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഒരു കാര്യം എന്താ അറിയോ, ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇന്ത്യൻസിനെ ആർക്കും വേണ്ട. ഇന്ത്യൻസ് ആണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവർ പറയും നോ 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 ഇല്ല ഈ ബോഡി ഈ ഇന്ത്യൻ എന്തായിരിക്കും കാരണം എന്തായിരിക്കും? കാരണം എനിക്ക് തോന്നുന്നത് ഇന്ത്യൻസ് അവിടെ പോയിട്ട് കുറെ പറയിപ്പിച്ചിട്ടുണ്ടാവും അവരുടെ എന്ന് വെച്ചാൽ അവരെ എല്ലാ മേഖലയിലും. അതെ അതായിരിക്കും കാരണം. കാരണം ഈ ഇന്ത്യൻ്റെ വില പോക്ക് നമ്മൾ ഇന്ത്യൻസ് തന്നെയാണ്. ഇതന്നെ എനിക്കിപ്പോൾ ചില സ്ഥലത്ത് പോയി പറയാൻ ഞാൻ പറയും ഐ എം ഫ്രം കേരള വിച്ച് കൺട്രി ഈസ് ദാറ്റ് എ കൺട്രി പറയൂ. കാരണം എനിക്ക് തന്നെ ചിലപ്പോൾ ഒരു ഇതാണ് പറയാൻ. കാരണം ആൾക്കാർക്ക് എന്നെ ആ ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് ജഡ്ജ് ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമില്ല. എൻ്റെ ക്യാരക്ടർ കണ്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി എന്നെ ജഡ്ജ് ചെയ്യുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു രാജ്യത്തിൻ്റെ പേര് പറയുമ്പോൾ അപ്പം എന്നെ ജഡ്ജ് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതെ. അപ്പം തായ്ലൻഡിൽ വൻ സീനായിരുന്നു. ഞാൻ പോയപ്പോൾ ഞാൻ ഇന്ത്യനാന്ന് അറിയുമ്പോൾ അപ്പോൾ ആൾക്കാർ അറിയോ എന്താ പറയുക എന്തേലും ഒരു ബാഡായിട്ടുള്ള ഒരു ലൈക്ക് ഇത് തരും, ഒരു ലുക്ക് തരും. എന്ന് വെച്ചാൽ ക്ലബിൽ ഇപ്പം ഞാൻ കാരണം അവിടുത്തെ ഉള്ള അവസ്ഥ എന്താണ് അറിയണം എന്നുള്ള മൂഡിൽ ഞാൻ ഇപ്പോൾ പട്ടായയിലൊക്കെ പോയപ്പോൾ ക്ലബിലൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് പോവാമെന്ന് പറയും. എൻ്റെ അടുത്ത് പറയും പാസ്പോർട്ട് ഉണ്ടോ, ഞാൻ പറഞ്ഞു ഇന്ത്യൻ അല്ല പറഞ്ഞു. പാസ്പോർട്ട് ഉണ്ടോ, ഞാൻ പറഞ്ഞില്ല ഐ ഡി കാർഡാണ്. ഞാൻ എന്നിട്ട് നൈസായിട്ട് ലാറ്റ്വിയൻ്റെ കാർഡ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അങ്ങനെ പോലും ഇന്ത്യൻസിനെ ലൈക്ക് എന്താ പറയുക ഒരു രാജ്യത്തിലെ മോസ്റ്റ് ഓഫ് ദി ഇതുപോലും ഇന്ത്യൻസിനെ കൊണ്ടാണ് പട്ടായൊക്കെ എനിക്കൊന്നും ഇതായത്. പക്ഷെ തായ്ലൻഡിലെ ബെസ്റ്റ് സ്ഥലം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ പട്ടായ ഒന്നല്ല. എനിക്ക് ഫീൽ ചെയ്തത് ഈ ക്രാബി ഫുക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എല്ലാവരും മൈൻഡിൽ എന്താ വെച്ചാൽ തായ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ലേഡി ബോയ് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ തായ്ലാൻഡ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസ് ടു വിസിറ്റ്. ലൈക്ക് സ്ഥലങ്ങൾ കാണാൻ അത്രയും ഭയങ്കര മായാബി എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. എൻ്റെ മോനെ ഞാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അമ്മാതിരി എന്താ പറയുക ഒരു നീല വെള്ളവും അതിൻ്റെ ചുറ്റും മലകളും. ഒരു പടമുണ്ട് ദ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ഉണ്ടായിട്ടില്ലേ ഇവൻ്റെ അതിൽ അത് ഡിക്കാപ്രിയോൻ്റെ ഓനോട് ചോദിക്കാം അങ്ങനെ മൂവി ഉണ്ട് ഞാൻ കണ്ടിട്ട്. ദ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഡിക്കാപ്രിയോൻ്റെ ഒരു മൂവി ഉണ്ട്, പണ്ടത്തെ മൂവിയാണ്. അപ്പോൾ അതിൽ ഈ ക്ലൈമാക്സിലുള്ള ലൊക്കേഷന് അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ആൾക്കാർ തായ്ലാൻഡ് ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ തായ്ലാൻഡ് പോകാന്ന് പറഞ്ഞപ്പോൾ തായ്ലാൻഡ് പോകാല്ലേ അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ട് തായ്ലൻഡിന്. പക്ഷെ തായ്ലാൻഡ് ഈസ് ആക്ച്വലി സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. അല്ല അവിടുത്തെ ചിലവൊക്കെ ഭയങ്കര ചിലവ് കുറവാണ് അവിടെ. അവിടെ 7-11 ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോവാം. 7-11 പോവാ.
നേരെ അവിടെ മറ്റേ ഫ്രോസൺ ഫുഡുകൾ ഉണ്ടാവും. അവിടെ പലതരം പല വെറൈറ്റി തായ് ഫുഡുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറിയ പൈസക്ക് ലൈക്ക് നാട്ടിൽ ഏകദേശം 50 റുപ്യ 60 റുപ്യ 70 റുപ്യ 100 റുപ്യ നല്ല അടിപൊളി ചോറും നല്ല ചിക്കൻ കറിയൊക്കെ അവിടുത്തെ തായ് സ്റ്റൈൽ സാധനങ്ങൾ ഓ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ 7-Eleven തന്നെ ആയിരുന്നു ഫുൾ. അപ്പോൾ തായ്ലാൻഡിൽ പോയാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എവിടെ പോയാലും ഇവിടെ സബ്കമാതിരി അവിടെ എവിടെ പോയാലും 7-Eleven ഉണ്ടാവും. അത് ഭയങ്കര ഒരു എനിക്ക് കാരണം ഇവിടുത്തെ പുറത്തുള്ള ഫുഡ് നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു ടേസ്റ്റ്. അല്ല റെസ്റ്റോറൻറ്റ്സൊക്കെ ഫുഡിന് റേറ്റിംഗ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. വലിയ ഫോർ ആസ് നമ്മളിപ്പോൾ പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ വലിയ എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യൂല നമുക്ക്. എന്നിരുന്നാൽ പോലും ലൈക്ക് നമുക്ക് ചിലപ്പോൾ അവിടുത്തെ ടേസ്റ്റ് പിടിക്കണം എന്നില്ല റെസ്റ്റോറൻറ്റിലുള്ള. പക്ഷെ 7-Eleven സേഫാണ്, എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തായ്ലാൻഡ് എല്ലാത്തിലും ഒരു ബൈക്ക് റെൻറ്റിന് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവിടെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. സെക്യൂരിറ്റി എന്ത് തോന്നിയ അതായത് സേഫ് ആയിട്ട്? ഓ സേഫാണ്, ഭയങ്കര സേഫാണ്. അവിടെ ഫുൾ ട്രാവലേഴ്സാണ്, എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും ട്രാവലേഴ്സാ. അപ്പോൾ അതിന് ലാംഗ്വേജ് ഇംഗ്ലീഷ് എല്ലാവരും ഇംഗ്ലീഷ് പറയും. അങ്ങനത്തെ എന്ന് പറഞ്ഞിട്ട് തരൂ. ഹൗ ആർ യു പറഞ്ഞിട്ട് തായ്ലൻഡ് ആട് ഡിജിറ്റൽ നൊമാഡ്സ് ഒക്കെ പിന്നെ വർക്ക് ചെയ്യാനും പിന്നെ സെറ്റിൽ ആവാനൊക്കെ ചൂസ് ചെയ്യുന്ന സ്ഥലമാണ്. വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാൻ ആക്ച്വലി ഇന്ത്യക്കാർ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ലൈക്ക് ആ ഒരു രീതിക്കല്ല, വേറൊരു ബ്യൂട്ടിയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് തായ്ലൻഡ് എന്ന് പറയുന്നത്. തായ്ലൻഡിന്റെ വീഡിയോസ് ഇവരോട് കാണുന്നുണ്ട്. ഏതായാലും വീഡിയോസ് എല്ലാം കുഴപ്പമില്ല. എന്നാല് സബാട്ടിക്ക എന്നാ പിന്നെ അല്ലേ. താങ്ക്സ് ഫൈവിന് കുറെ പറയണമെന്നുണ്ട് തോന്നുന്നല്ലേ നമുക്ക്. എനിക്ക് അയ്യോ എത്ര കാലത്തെ സ്റ്റോറീസ് ഞാൻ കുറേ ഉണ്ട്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും എന്തായാലും பார்க்கலாம். കാണാം. സബാട്ടിക്ക